പ്രിയമുള്ളവരെ, മഹാനായ നൂഹ് ഒരു പ്രവാചകന്മാർ കാലാന്തരങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ആ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ സംസാരിച്ചിട്ടുണ്ട്. ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ തിന്മ പാടില്ല എന്ന് ഷുഐബ് നബി അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് അവരോട് പറഞ്ഞൊരു വിഷയമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഗാഢമായ രീതിയിലൂടെ സ്വവർഗാനുരാഗത്തിൻ്റെ LGBTQ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുടെ മറ്റൊരു തലം, ലിവാത്ത് എന്ന് പറയുന്ന ഹോമോസെക്സിന്റെ ആളുകൾ അതർപ്പതിച്ചിരുന്നൊരു കാലഘട്ടങ്ങളിൽ ആ തിന്മകൾക്കെതിരെ ശക്തമായി പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അവരോട് പറഞ്ഞൊരു വിഷയമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫിർഔനിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടു പോയ ഇസ്രയേലി സമുദായത്തിന്റെ മോചനത്തിന് വേണ്ടി മൂസ അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് നട്ടലോടെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിവർന്നു നിന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനേറെ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ വൈൻ വുമൺ വാർ, യുദ്ധം, മദ്യം, പെണ്ണ്, ഇതില്ലാതെ ഉറങ്ങാൻ കഴിയാതിരുന്നൊരു സമുദായത്തിന് മാറ്റത്തിന്റെ വിപ്ലവത്തിന്റെ പടഹത്വം മുഴക്കി പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ അതിനെ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ആ പ്രവാചകൻ എല്ലാ തിന്മകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് കൊച്ചി വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് സ്റ്റഡിയായപ്പോൾ അതേ ഫ്ലൈറ്റിലുണ്ടായിരുന്ന മലയാളി ചില ആളുകൾ പറഞ്ഞു മദ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. എയറോസ്റ്റസ് അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത് സൗദി സ്കൈയാണ്, ഇവിടെ മദ്യം കൊടുക്കില്ല. സൗദി സ്കൈയാണ് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഖംർ എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ അത് കേവലം മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന കള്ളി എന്നല്ല. ഖംർ എന്ന് പറഞ്ഞാൽ മഹാമറൽ അഖിൽ, നിങ്ങളുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ, സിന്തറ്റിക് ലഹരികളാവട്ടെ, രാസലഹരികളാവട്ടെ, MDMA ആവട്ടെ, എന്തുമാവട്ടെ, അതിനെ നിഷിദ്ധമാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞു. യുദ്ധത്തിനെതിരെ പറഞ്ഞു, മക്കളെ കുടിച്ചു മൂടുന്നതിനെതിരെ പറഞ്ഞു, അധാർമികതകൾക്കെതിരെ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ആ ജനത മുഴുവനും ആ പർവ്വതത്തിന്റെ താഴെ വിളിച്ചു ചേർത്ത് ലോകത്തിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്നമാഹാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്, ഏകനായ ആരാധ്യനാണ്. അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രഖ്യാപിക്കാൻ. അതിലൂടെയാണ് പരിവർത്തനങ്ങളെ കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, അതിൻ്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. പിന്നെ നമ്മൾ പറയും കുറെ കാലമായില്ല ഇതിനെ പറയണേ, ഇതിന് അവസാനമില്ല, അവസാനമില്ല. അള്ളാന്റെ ഹബീബ് തുടങ്ങിയപ്പോ പറഞ്ഞു, പ്രവാചകന്റെ മുമ്പുള്ള പ്രവാചകന്മാരും അഫ്ദലുമാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്നെ മുമ്പ് കടന്നു വന്ന സകലമാന പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാചകമെന്ന് പറയുന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അള്ളാന്റെ മുത്തുനബി ആരംഭിക്കുന്ന പ്രബോധനം തൗഹീദാണെങ്കിൽ മക്കയിൽ അവതീർണമായ മക്കിയായ സൂറത്തുകളിലൂടെ പ്രഥമമായും പ്രധാനമായും അവലംബിച്ചു പോയ വിഷയമെന്നുള്ളത് തൗഹീദ് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഇനി പ്രവാചകന്റെ മദീന കാലഘട്ടങ്ങളിലൂടെ, ശരീഅത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ മതനിയമങ്ങൾ അവതരിക്കുമ്പോ അതിനിടയിലും ഇടക്കിടക്ക് കടന്നു വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തിന്റെ മുത്ത് ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് 3 മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ ആയത്തിറങ്ങിയ അറഫയുടെ മൈതാനിയിലെ ഖുത്ബത്തുൽ വിദാ, ആ വിടവാങ്ങൽ പ്രഭാഷണത്തിലും പറഞ്ഞു തൗഹീദ്.
വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് അൻസാറുകളുടെ മജ്‌ലിസിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ അൻസാറുകളായ സ്വഹാബ വല്ലാതെ കരയുന്നുണ്ട്. മജ്‌ലിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മജ്‌ലിസ് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞു പോയത് എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരമറിയിക്കുമ്പോ പ്രവാചകൻ അന്ന് ളുഹറിന് വേണ്ടി പള്ളിയിലേക്ക് വരുമെന്ന് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, എഴുന്നേൽക്കുമ്പോ ബോധരഹിതനായി താഴെ വീഴുന്ന പ്രവാചകന് ഫളൽ ഇബ്നു അബ്ബാസ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിന്റെ കാല് നിലത്ത് നിന്ന് പൊന്തിക്കാൻ കഴിയാതെ മണലിലൂടെ വലിച്ചുകൊണ്ട് 2 ചാല പോലെ കാണപ്പെട്ടു എന്നാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന ലോകത്തിന്റെ പ്രവാചകന് അവിടുന്ന് വിളിക്കുന്നുണ്ട്, അയ്യുഹന്നാസ് വസബൂ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ മുഴുവനും പ്രവാചകന്റെ സദസ്സിലേക്ക് ചാടി വീഴുകയാണ്. എത്ര ദിവസമായി പ്രവാചകന്റെ ക്ലാസ് കിട്ടിയിട്ടെന്നാണ് അവിടെ മുത്തുനബി ആ പ്രഭാഷണത്തിലൂടെ ആദ്യമേ ജനങ്ങളോട് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് തന്നെയാണ് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, വിട പറയുന്ന അവസാന നിമിഷങ്ങളിലോ പ്രവാചകന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുമ്പോ ഞങ്ങളോട് വല്ല വസിയത്തും നൽകുമോ എന്നറിയാൻ കാത്തിരിക്കുമോ? അപ്പോഴും പ്രവാചകൻ പറഞ്ഞത് അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടാണ്. ലോകത്തോട് വിട പറയുന്ന അവസാന വേദന കടിച്ചമർത്തുമ്പോ അവിടെന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ. അതിനവസാനില്ല. റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ ഖുത്ബകളുടെ ഹംദുകളില് അല്ലാഹ്ക്ക് വേണ്ടി പ്രവാചകന്റെ ആദർശത്തിന് വേണ്ടി പറയാറില്ലേ? ഖുലഫാഉർ റാഷിദുകൾ തുടർന്നവരല്ലേ? ഇന്നും സലഫി മസ്ജിദിന്റെ ഖുത്ബക്ക് മിമ്പറിൽ വന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങളെ ഉച്ചരിക്കുന്നത് കേൾക്കില്ലേ? പ്രിയമുള്ളവരെ, അതിന് സമാപനങ്ങളില്ല, അവസാനങ്ങളില്ല. ഇനി അതിന്റെ പ്രാധാന്യം അറിയുമോ നിങ്ങൾക്ക്? ലോകത്ത് ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണെന്നറിയോ? ബന്ധങ്ങളുടെ വില എന്താണെന്നറിയാത്ത കാലഘട്ടങ്ങളിൽ ഒരാൾ വന്നു ലോകത്തിന്റെ പ്രവാചകന്റെ മുമ്പിൽ, മൻ അഹഖുന്നാസി ബിഹുസ്നി സഹാബ, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണ് നബിയേ? അവിടെന്ന് പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിനോട്, സുമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ് നബിയേ? അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മാനോട്, മൂന്നാമതും പറഞ്ഞു ഉമ്മാനോട്, നാലാമത് പറഞ്ഞു ബാപ്പാനോട്. കാരണമെന്ത് ഉലമാക്കൾ പറയാണ്, ഉമ്മാക്കും ബാപ്പാക്കും മക്കൾക്ക് കൊടുക്കാനുള്ള ആദരവുകൾ തുല്യമാണെങ്കിലും ഉമ്മ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ മക്കൾ അറിയുന്നില്ല. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണ്. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. പ്രയാസത്തിന് മേലെ പ്രയാസം ചുമന്ന് ഗർഭം ചുമന്നതുമ്മ. പ്രിയമുള്ളവരെ, ഒരു 9 മാസക്കാലം വയറിന്റെ മേലെ കല്ല് വെച്ച് കെട്ടിയിട്ട് ഈ നാട്ടിലൂടെ നടക്കാൻ പറഞ്ഞാൽ സാധ്യമാകുമോ? ആ ഉമ്മ ഗർഭം ചുമന്ന കാലഘട്ടം മുതൽ ഉറങ്ങുന്നത് വരെ അവരുടെ രീതികളെ മാറ്റിവെച്ചിട്ടാ
വേദനയാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും ഡ്രസ് വാഷ് ചെയ്യുമ്പോഴും ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ഉമ്മാന്റെ ത്യാഗം വലുതാണെങ്കിൽ മരണസമാനമായ വേദന കൊണ്ട് പ്രസവിച്ചില്ലയോ, ശരീരത്തിന്റെ 22 അസ്ഥികൾ പൊട്ടുന്ന വേദനയാണെങ്കിൽ തീർന്നില്ല. 2 വർഷക്കാലം നിങ്ങളെ പാലൂട്ടി വളർത്തുന്നത് മെലിഞ്ഞുട്ടി ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് പാല് കിട്ടാതെ വരുമ്പോ മുളച്ചു വന്ന കിന്നരിപ്പല്ലുകൊണ്ട് മാതാവിന്റെ മാറിടത്തിലൂടെ കടിക്കുമ്പോ മുല്ലമുട്ടി പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളി വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് തലോടിയ ഉമ്മാനെ വേണ്ട എന്ന് തോന്നുന്നുണ്ടോ പുതുതലമുറക്ക്? ദേഷ്യമൊക്കെ വരുമ്പോഴേ നിങ്ങളെ കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ് ഡോറൊക്കെ അടച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കണ മക്കളില്ലേ? വീട്ടിലെ മുഴുവൻ ജോലികളായി, മൈഗ്രെയിന്റെ തലവേദനയായി, ഒന്നുറങ്ങാൻ കിടക്കാൻ സമാധാനമില്ലാതെ ഇടക്കിടക്ക് വന്ന് നോക്കും മക്കളെ. പുതുതലമുറയോടാണ്, മക്കളോടാണ് ആ വില അറിയുന്നത്. എപ്പോഴാണെന്നറിയോ? നമ്മളുടെ ഉള്ളിൽ ജീവന്റെ തുടിപ്പറിയുമ്പോ അന്നറിയും എന്റെ ഉമ്മാന്റെ നൊമ്പരങ്ങളെന്താ, ത്യാഗങ്ങളെന്നാ. നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമ്മളുടെ മക്കള് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോ അന്നറിയും അവ ആപ്പാന്റെ നൊമ്പരങ്ങൾ എന്താണ്, ത്യാഗം എന്താണ്. അന്നവരോട് മാപ്പ് പറയാൻ ഖബർസ്ഥാനിന്റെ 6 അടി മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട അവരോട് മാപ്പ് ചോദിക്കാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടുള്ള സമയം ഏറ്റവും മാന്യമായി അവരോട് പെരുമാറാൻ അള്ളാന്റെ ഖുർആൻ പറയാ, ചെയ്യാൻ നിങ്ങൾ പറയല്ലേ, അറപ്പോടുകൂടെ വെറുപ്പോടുകൂടെ നോക്കല്ലേ, അവരോട് മോശമായി സംസാരിക്കല്ലേ, വരട്ടി സംസാരിക്കല്ലേ, കാരുണ്യത്തിന്റെ ചിറക് താത്തിക്കൊടുക്കണേ. ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ച പോലെ 2 മണിക്കൂർ മുലപ്പാല് തരാതിരുന്നാൽ ഷുഗർ ലെവല് താഴെ പോയി വിട പറയാമായിരുന്ന നിന്നെ വാരിയെടുത്ത് പാലൂട്ടി വളർത്തിയ ഉമ്മാന്റെ ത്യാഗമല്ലേ. അവരല്ലാനോട് പറയാത്തോണ്ടാ. പറഞ്ഞാൽ ആസിഡുകളുടെ രാജാവെന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിനെക്കാളും പവറുള്ള ഒന്ന് ലോകത്തുണ്ടെങ്കിൽ ഉമ്മാന്റെ നോവുന്ന കണ്ണീര്. അവർ നമുക്കെതിരെ പറയാത്തോണ്ടാണ്. പാലത്തിന്റെ മുകളിൽ നിന്ന് ഉമ്മാനെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയ മകൻ താഴെ മീൻ പിടിക്കുന്ന ആളുകൾ ആ ഉമ്മാനെ രക്ഷപ്പെടുത്തിയപ്പോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഉമ്മാടെ മുന്നിൽ വെച്ച് ആ മകനെ പോലീസുകാർ തല്ലുമ്പോ ആ ഉമ്മ പറഞ്ഞു, അവനെ തല്ലല്ലേ സാറേ, എൻ്റെ മോനാണ്, എൻ്റെ മോനാണ്. അതാണ് ഉമ്മ. അതുകൊണ്ട് ഏറ്റവും വലിയ കടമ അവരോടുണ്ടെന്ന് പറഞ്ഞു, കടപ്പാടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരിനേക്കാളും മുകളിൽ അല്ലാഹ് പറഞ്ഞു, സൂറത്ത് നിസാ, സൂറത്ത് ഇസ്റാ, സൂറത്ത് ലുഖ്മാൻ മറിച്ചു നോക്ക് നിങ്ങള്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹനെ ആരാധിക്കണേ, അവനോട് യാതൊരാളെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിലൂടെ പെരുമാറണേ. കണ്ടോ, അവരെക്കാളും നേരത്തെ പറഞ്ഞു അല്ലാഹ്. 4-ാം അധ്യായത്തിന്റെ 36-ാമത്തെ ആയത്താണെങ്കിലോ 17-ാം അധ്യായത്തിന്റെ 23-ാമത്തെ ആയത്തിലോ വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ രക്ഷിതാപിതാ വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, മാതാപിതാക്കളോട് നല്ല രീതിയിലൂടെ പെരുമാറണേ. എത്രത്തോളം സൂറത്ത് ലുഖ്മാനിലൂടെ പറഞ്ഞു എന്നറിയുമോ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാനോട് അടക്കവയ്യാത്ത സ്നേഹമുള്ള മോനാ. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ സ്വീകരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നുണ്ട്, മോനെ, ഈ മുഹമ്മദിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറുന്നില്ലെങ്കിലോ നിന്റെ മുന്നിലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പെടഞ്ഞ് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഉമ്മാനോട് സ്നേഹമുള്ളൊരു മോനെ താങ്ങാൻ കഴിയുമോ? നേരെ കടന്നു വന്നു അള്ളാന്റെ ഹബീബിന്റെ മുമ്പില് മുത്തുനബിയുടെ മുന്നിൽ വന്ന് പറഞ്ഞില്ല, നബിയേ,
എൻ്റെ ഉമ്മ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ വഹീം കൊണ്ട് ജിബ്രീൽ കടന്നു വരികയാണ്. അവർ രണ്ടുപേരും നിന്നോട് ജിഹാദ് ചെയ്താലേ പോണോ, അവർ നിന്നോട് പറഞ്ഞാലെന്നില്ല, അവർ നിന്നോട് കൽപ്പിച്ചാലെന്നില്ല, അവർ നിന്നോട് ആഹ്വാനം ചെയ്താലെന്നില്ല, അവർ നിന്നോട് ജിഹാദ് ചെയ്താലെ പോലും എന്തിനാ അലാ തുശ്രിക ബി, എന്നോട് പങ്കു ചേർക്കാൻ പറഞ്ഞുകൊണ്ടോ അവർ നിന്നോട് ജിഹാദ് ചെയ്താലെ പോലും ഫലാ തുതിഉഹുമാ, അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. പക്ഷെ അള്ളാന്റെ ഖുർആന് പറയാണ്, അവർ എന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞതല്ലേ, ഇനി എന്റെ ചെലവിലൂടെ കഴിയണ്ട എന്നല്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, എന്തെല്ലാം നന്മ ദുനിയാവിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റോ അത് മുഴുവനും അവർക്ക് ചെയ്തു കൊടുക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, അന്യമതസ്ഥനായ ഒരാളെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാളുടെ സ്വത്തിൽ അനന്തരമെടുക്കാൻ അവരുടെ മറ്റു അവിശ്വാസികളായ മാതാപിതാക്കൾക്ക് കഴിയില്ല. പഴയ അച്ഛനും അമ്മക്കും ഈ മകന്റെ സ്വത്തിൽ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയാണ്, മോനെ, അവരേത് മതസ്ഥരായിക്കൊള്ളട്ടെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവർക്കുള്ള സ്വത്ത് വസിയത്ത് ചെയ്യൽ നിനക്ക് നിർബന്ധമാണ്. അത്ര വലിയ കടപ്പാടുണ്ട് അവരോടെങ്കിലും. പക്ഷേ ശിർക്ക് ചെയ്യാൻ പറഞ്ഞു, അല്ലാഹ്ക്ക് താഴെയാണ് അവരുള്ളത്. ആ വിഷയത്തിൽ നിങ്ങൾ അവരെ അനുസരിക്കണ്ട. പ്രിയമുള്ളവരെ, ഇന്ന് ചില ആളുകളോ ഉദ്ഘാടനം ചെയ്യാൻ ഉമ്മമാരെ വേണ്ട, ഉമ്മമാർക്ക് മഹത്വമൊന്നുമില്ല, അത് പൈസ കൊടുത്താലും തങ്ങന്മാര് മതി എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിലോ അള്ളാന്റെ ദീന് പറഞ്ഞ മഹത്വം അത്രമേല് വലുതാണ്. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് താഴെയാണ്. അള്ളാഹ്ക്ക് താഴെയാണ് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെ ഒക്കെ സ്ഥാനം. അത്രമേൽ പ്രസക്തിയുണ്ട്. പക്ഷേ ഇത്ര വലിയ നമ്മളോട് സ്നേഹമുള്ള, നമ്മളോട് ഔദാര്യം കാണിക്കുന്ന, നമ്മളോട് കാരുണ്യം കാണിക്കുന്ന, നമുക്കറിയോ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. എനിക്ക് തോന്നാൻ മനുഷ്യന്മാരൊക്കെ അള്ളാഹുവിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അള്ളാഹിനേക്കാളും വലിയ ആളുകളാണ് പടപ്പുകളെന്ന് വരുത്തി തീർത്ത് അതുകൊണ്ട് ഉപജീവനം നടത്തി ജീവിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു വിഷയം എന്താണെന്നറിയും, അള്ളാഹിനെ മനുഷ്യന്മാർ മനസ്സിലാക്കിയില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളോടേറെ സ്നേഹമുള്ള, കരുണയുള്ള റഹ്മാനാണ്, റഹീമാണ് അല്ലാഹു തആല. ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ തേടിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് നേരം കാണാതിരുന്ന് ഉമ്മാൻ്റെ മനസ്സ് വിങ്ങുമ്പോൾ ആ കുട്ടിയെ കാണുന്ന സന്ദർഭത്തിൽ അവരെങ്ങനെ വാരിപ്പുടർന്ന് മാറൂടടച്ചു വെച്ചപ്പോൾ അള്ളാഹിൻ്റെ മുത്ത് റസൂൽ ചോദിച്ചു, സഹാബ, ആ കുഞ്ഞിനെ ആ മാതാവ് തീയിലെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അത്രമേല ഉമ്മാക്ക് കാരുണ്യുണ്ട്. അള്ളാന്റെ ഹബീബ് പറയാ, അതിനേക്കാളും നിങ്ങളോട് കാരുണ്യമുള്ളവനാണ് അല്ലാഹ്, അതിനേക്കാളും നിങ്ങളോട് കാരുണ്യമുള്ളവനാണ് അല്ലാഹ്. അള്ളാഹു എത്ര വലിയ കാരുണ്യവാനാ, നമ്മൾ എങ്ങനെയൊക്കെ സഹായിക്കുന്ന റബ്ബാൻ. നമ്മൾ ആലോചിച്ച് നോക്കേ, ഒരു 80 വയസ്സ് വരെ ജീവിക്കുമ്പോൾ 10,000 കണ്ടെയ്നർ ബ്ലഡാണ് ഈ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടെ. നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് കൊടുത്തു, ഉച്ചക്ക് ലഞ്ച് കൊടുത്തു, രാത്രി ഡിന്നർ കൊടുത്തു. ഒരു ഫാക്ടറി കണക്ക് ശരീരത്തിൽ പ്രവർത്തിച്ചില്ലേ? ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ 2 കിഡ്നി സൗജന്യമായി തന്ന റബ്ബ്, കിഡ്നി ഫെയിലിയർ ആയാൽ ട്രീറ്റ്മെൻറ്റിന് പോയാൽ അറിയാം അതിൻ്റെ എക്സ്പെൻസ് എന്താന്ന്. ഇനി ഒരാൾ ഡൊണേറ്റ് ചെയ്ത് വെറുതെ തുന്നിച്ചേർക്കണമെങ്കിലും 10-30 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ ആ തന്ന റബ്ബ്, നിങ്ങൾ ആലോചിക്കുക, അത്രമേൽ നമ്മളോട് ഔദാര്യം കാണിച്ച റബ്ബ്. ഇനി മനസ്സ് തുറന്ന് പറയാൻ, സങ്കടങ്ങളെ പറയാൻ അള്ളാഹ്ക്ക് മേലെ ആരെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് ആരെങ്കിലും ഉണ്ടോ? അപ്പം ഞാൻ പറയാം, എനിക്ക് നല്ല മനപ്രയാസമുണ്ട് വിചാരിക്കാം, എനിക്ക് നല്ല ഫീലിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ നോക്കിയേ, നിങ്ങളിൽ എനിക്കേറെ സ്നേഹമുള്ള നിങ്ങളിൽ ഒരാളോട് ഞാൻ പറയണം, എനിക്കിങ്ങനെ വിഷമമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒരു പക്ഷേ അത് കേട്ടു തരും.
സ്വാഭാവികമാണ്. ഇന്നത് കേട്ടു തരും, നാളെ ഞാൻ വന്നിട്ട് വീണ്ടും പറയാൻ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്. അതേ കാര്യം തന്നെ പറഞ്ഞാൽ ഇയാൾ മനസ്സ് പറയില്ല, ഇതന്നെയല്ലേ ഇപ്പം ഇന്നലെയും പറഞ്ഞേ, വേറൊന്നും ഇപ്പോൾ ഇയാൾക്ക് പറയാല്ലേ, എന്നാലും ഒന്ന് കേട്ടു തരും. പക്ഷേ അടുത്ത ദിവസം വന്നിട്ട് അതേ വിഷയം തന്നെ വീണ്ടും പറഞ്ഞാലോ ഇയാൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ വിചാരിക്കും അല്ലേ. അതിനും പിറ്റേ ദിവസം ഞാൻ ആയിക്കൂടെ പറഞ്ഞു കണ്ട ഇയാൾ ഇതിൽ കൂടെ എസ്കേപ്പ് ആവും. കാരണം എന്താണ്, ഇയാൾ തന്നെ പറയാൻ വരികയാണ്, അങ്ങനല്ലേ. പക്ഷെ നമ്മുടെ അള്ളാഹ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹിനോടൊരു കാര്യം നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞോ, എത്ര ആവർത്തിച്ചു പറയുന്നവോ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ചോദിച്ചതിന് ഉത്തരം തരുന്നവനല്ലേ അല്ലാഹ്. മടക്കൂല, അവൻ കരങ്ങളെ തട്ടിക്കളയില്ല. നമ്മൾ പറയൂലേ എന്നിട്ടും ഞങ്ങൾക്ക് പലതും കിട്ടുന്നില്ലല്ലോ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാ അല്ലാഹു ദുആഇന് ഇജാബത്ത് നൽകുക എന്ന് പറയുന്നത് മൂന്നാലൊരു രീതിയിലാണ് അല്ലാഹു ഉത്തരം നൽകുന്നത് എന്നാണ്. ഒന്നുകിൽ ചോദിക്കുന്ന കാര്യം നേർക്ക് നേരെ അള്ളാഹു നൽകുകയാണ്, ചോദിക്കുന്ന കാര്യം നേർക്ക് നേരെ അള്ളാഹു നൽകുമെന്നാണ്. എൻ്റെ രോഗം മാറ്റിത്തരണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോ അള്ളാഹു രോഗമങ്ങ് മാറ്റിത്തരികയാണ്. അതല്ല, അള്ളാഹിനോട് രോഗം മാറ്റാനായി ചോദിക്കുമ്പോ ഒരുപക്ഷെ അള്ളാഹു ഉത്തരം നൽകുന്നത് മറ്റൊരു വിപത്തിനെ തടുത്തുകൊണ്ടായിരിക്കാം. ഈ റോഡിനോരങ്ങളിൽ നമുക്ക് വേണ്ടി അള്ളാഹു തീരുമാനിച്ചൊരു ആക്സിഡന്റിനെ അള്ളാഹു ഒഴിവാക്കിയിട്ടായിരിക്കാം അള്ളാഹു നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. അതല്ലെങ്കിലോ പരലോകത്തിലേക്ക് അതിനെ മാറ്റിവെച്ചുകൊണ്ടായിരിക്കാം. ചോദിച്ചതല്ല എന്നോട് രോഗം മാറ്റിത്തരാനാണ്, പക്ഷെ പരലോകത്ത് വലിയൊരു സമ്പാദ്യമായി അതിനെ മാറ്റിവെച്ചിട്ടായിരിക്കാം. ഇത് മുത്തനബി പറഞ്ഞപ്പോ സഹാബത്ത് പറയാ ഇതെന്നെ കസുർ, എങ്കിൽ ഞങ്ങൾ അധികരിപ്പിക്കും. ഉടനെ മുത്തനബി പറഞ്ഞു വല്ലാഹു അക്തർ, അള്ളാഹു നിങ്ങൾക്ക് അധികരിപ്പിച്ച് നൽകുന്നവനാണ്. ആ പടച്ചോനില്ലേ നമുക്ക്, ആ റബ്ബില്ലേ നമുക്ക്. എത്ര പറഞ്ഞാലും മടുപ്പ് വരാതെ പറയാൻ, എത്രയും കേൾക്കാൻ, എത്രയും ഉത്തരം നൽകാൻ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കിയില്ല. അള്ളാഹനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഖുർആനിന്റെ ചോദ്യമില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ലാഹ് പോരെ, ഒരടിമക്ക് അല്ലാഹ് പോരെ. നമ്മൾ പറയുന്ന അല്ലാഹ് പോരാന്ന് അല്ലേ. സ്നേഹനിധിയായ ഉമ്മ കുഞ്ഞിനെ തൊട്ടിലിട്ട് ഇങ്ങനെ താരാട്ട് പാടിക്കൊടുക്കാണ്. ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറല്ലാഹ്, എന്റെ മനസ്സിലെ അല്ലല്ലാതെ ആരുമില്ല എന്നിങ്ങനെ പറഞ്ഞ് താരാട്ട് പാടിക്കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ സുന്ദരായി പാടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലെങ്ങാനും ആ കുഞ്ഞിന്റെ തല തൊട്ടിൽ നിന്ന് പുറത്തേക്ക് വീണാൽ അപ്പ വിളിക്കും എൻ്റെ ബദരീങ്ങളെ, അല്ലെങ്കിൽ എന്നെ ഉള്ളാൾ തങ്ങളെ. എന്താ പറയുക, അതുവരെ ആരെ വിളിച്ചേ? അല്ലാഹനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ഒരു ആപത്ത് വന്നപ്പോഴോ അള്ളാന്റെ പടപ്പുകളിലേക്ക് തിരിഞ്ഞു. പ്രിയമുള്ളവരെ, ആ ഘട്ടങ്ങളിലും നമുക്ക് വിളിക്കാൻ നമ്മുടെ വായിൽ വരണം അല്ലാഹ്. നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടേ അത് കിട്ടിക്കൊള്ളുന്നില്ല. വമൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വാക്കായി മാറാൻ കഴിഞ്ഞാൽ സ്വർഗം കിട്ടാനുള്ളൊരു മാർഗമല്ലേ. പക്ഷേ ചില ഉസ്താദമാര് പറഞ്ഞു കൊടുക്കാണ്, മരിക്കുന്ന നേരത്തെ പോലും പറയേണ്ടത് സിയും എന്നാണ്. അഹ്സനിമാരല്ലയോ, അറബി ഭാഷ അറിയുന്നവരല്ലയോ, ഇൽമു നേടിയ മുദർരിസ്മാരല്ലയോ, എവിടെയാ നിങ്ങൾക്ക് പഠിച്ചത്? അള്ളാനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാറ്, മരിക്കുന്ന നേരത്തെ സിയം എന്ന് പറയണമത്രേ.
പ്രിയമുള്ളവരെ, എന്താണോ ജീവിതങ്ങളിലൂടെ പറഞ്ഞ് ശീലിക്കുന്നത് അതേ മരിക്കുന്ന നേരത്തും പറയാൻ കഴിയുന്നുള്ളൂ. പണ്ഡിതന്മാര് പറയാണ്, ചില ചീത്ത മരണങ്ങളെ സംബന്ധിച്ച് അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. അവിടെ നിതാ മദ്യപാനിയായ ഒരാളോട് അയാളോട് തൽക്കീന് ചൊല്ലിക്കൊടുക്ക. ഒരാളെ വന്നിട്ട് പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ മനുഷ്യനോട് ചൊല്ലിക്കൊടുക്കുമ്പോ അയാൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഇശ്വറബ് വസ്കിനി, എനിക്കൊന്ന് ഒഴിച്ചതാ, നിങ്ങളും കുടിക്കോ. ലഹരിക്ക് വേണ്ടി മദ്യമൊഴിച്ച് അത് തന്നെ ജീവിതത്തിലൂടെ ശീലിച്ചവരോ? പ്രിയമുള്ളവരെ, പറയാൻ കഴിയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാല് തട്ടി വീഴുമ്പോ ഉമ്മിച്ച, അതല്ലെങ്കിൽ ഭീമാ ഉമ്മിച്ച, അല്ലെങ്കിൽ ഉള്ളാളത്തെ മൂപ്പരോ, അല്ലെങ്കിൽ ഉള്ളാളത്തെ തങ്ങളെ കൂറേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച ആളുകളോ പറയാൻ കഴിയൂല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അല്ലാഹ്ക്ക് സ്ഥാനം കൊടുത്ത് കാണണേ. എവിടെയാ പഴച്ചതെന്നറിയോ? ഒന്ന് അല്ലാന്ന് പറയുമ്പോഴേ ആളുകൾക്ക് അലർജിയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇന്ന് മാസാന്ത സ്ഥലത്തായിരിക്കാം, ഇനി എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും കാണാം, നമ്മൾ ഒരു തൗഹീദ് പറയാൻ തീരുമാനിച്ചാൽ അപ്പോൾ അതിനെതിരെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. അല്ലാ നിങ്ങൾ പറയണ്ടെന്ന് പറയാം, ഓക്കെ ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ പറയണ്ടെന്ന് പറയാം. എന്താണ് അള്ളാഹിനെ പറ്റി പറയാൻ, പരിചയപ്പെടുത്തി കൊടുക്കാൻ, അള്ളാഹിൻ്റെ വഹദാനിയത്ത് പറയാൻ. ഖുർആനിൻ്റെ ആയത്ത് കേൾക്കുമ്പോൾ അബൂജഹൽ പറഞ്ഞ പോലെ വഖാലൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വല്ലൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. ബഹളമുണ്ടാക്കിക്കോ, ശബ്ദമുണ്ടാക്കിക്കോ, എങ്കിലേ വിജയിക്കാൻ കഴിയൂന്ന് പറയുന്നവര് ഇന്നലെയും തളിപ്പറമ്പിന്റെ മണ്ണിലെ ശബ്ദം ഉണ്ടാക്കി ഈ സ്വരങ്ങളൊക്കെ തടയാൻ ശ്രമിച്ച ആളുകളുണ്ട്. കാരണം അല്ലാന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു പ്രയാസം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയണമെന്നറിയോ? ആളുകളോട് പറയാൻ, നിങ്ങൾ അള്ളാഹിനോട് തേടിയിട്ടൊന്നും കാര്യമില്ല, അള്ളാഹിൻ്റെ പടപ്പുകളോട് തേടിയാലേ കാര്യമുള്ളൂ എന്ന് പഠിപ്പിക്കുന്നിടത്ത് സമൂഹം എത്തിയപ്പോഴാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ മടവൂര് പടച്ചോനാണ് എന്ന് പറയുന്ന ഒരു രംഗം കേട്ടില്ലേ? ഞാൻ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരു തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ, മടവൂരാര പടച്ചോനാണോ ചോദിച്ചവരോട് നീ ചൊല്ലേ, അതേ അതേ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോ മടവൂര് എന്നൊരു മൊയ്ലിയാർ കേസറ്റ് ഇറക്കി പാടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെറുതെ അത് കേട്ടിങ്ങനെ പാടി നോക്കിയപ്പോൾ എൻ്റെ ഉമ്മ ശക്തമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു, മുണ്ടാണ്ടെന്നവിടെ. കാരണം എന്താ അറിയോ? ഇത് ഡൈജസ്റ്റ് അല്ല നമുക്ക് സലഫികൾക്ക്. കാരണം എന്താണ്? നമ്മളെ പടച്ചവൻ അള്ളയാണ്. അതൊരു പടപ്പുകളെ പറയാൻ നമ്മൾ ഇഷ്ടപ്പെടൂല, മുത്ത് നബി ഇഷ്ടപ്പെടൂല. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ഒരാളെ വന്നിട്ട് പറയാൻ, ഇൻഷാ അല്ലാഹ് വശിഅത, അല്ലാഹ് ഉദ്ദേശിച്ചാൽ, മുഹമ്മദ് നബിയെ താങ്കളും ഉദ്ദേശിച്ചാൽ, ഉടനെ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ജഅൽത ലില്ലാഹി നിദ്ദാ, നീ അള്ളാഹ്ക്ക് സമന്മാരെ വെച്ചിരിക്കുന്നു എന്നാണ്. ആരെയാ സമനാക്കിയത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അത് പറഞ്ഞോട്ടേന്ന് കേരള യാത്രയിൽ ഞെളിഞ്ഞിരിക്കണ വയസ്സന്മാരെ പോലും ഇരിക്കൂല അല്ലാഹുവിന്റെ നബി. സ്പോട്ടിൽ അതിനോട് പ്രതികരിച്ചു, ജഅൽത ലില്ലാഹി നിദ്ദാ, നീ അള്ളാഹ്ക്ക് സമന്മാരെ വെച്ചിരിക്കുന്നു എന്നാണ്. പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹിനെക്കാളും സ്ഥാനം. ഇത് ഇന്നോ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞൊന്നല്ല, കുറെ കാലം അറബിയിൽ പറഞ്ഞു നോക്കി. ഖുത്ബുൽ അഖ്താബ്, ഔസുൽ ആദം, അന്ന് അർത്ഥം അറിയാത്ത പാവങ്ങളൊക്കെ പറഞ്ഞു ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അതിനപ്പുറത്ത് മനസ്സിലാക്കിയില്ല. ലോകത്തിൻ്റെ അച്ചതണ്ട് ലോകം നിയന്ത്രിക്കുക. മലയാളത്തിൽ പറഞ്ഞു ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ചിറ്റടിമേത്തൽ അബൂബക്കർ മുസ്ലിയാരാണ്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? മനുഷ്യൻ്റെ ഫിത്രത്ത് പോലും ആവശ്യപ്പെടും. നിങ്ങൾ EKAP സമസ്യ ഒക്കെ വിട്ടോ. 1ാം ക്ലാസ് പഠിക്കണ നിഷ്കളങ്കമായ ഒരു കുട്ടിയോട് ചോദിച്ചൊക്കെ, മോനെ ആരടാ ലോകം നിയന്ത്രിക്കണ? കുട്ടി പറയും അല്ലാൻ. അവൻ്റെ ഉസ്താദ് സക്കാഫി അക്സനി കാമിലിയോട് ചോദിച്ചോ ലോകം നിയന്ത്രിക്കണ ആരാൻ? മൂപ്പര് പറയും ചിറ്റടിമേത്തൽ അബൂബക്കർ മൊയ്ലിയാരാൻ. അതാണ് അതിൻ്റെ മാറ്റം. അത് ഫിത്രത്ത് മനുഷ്യനോട് ആവശ്യപ്പെടുന്നുണ്ട് തൗഹീദിനെ. നമ്മളെല്ലാ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. എല്ലാ അള്ളാഹിനേക്കാളും സ്ഥാനം പടപ്പുകൾക്ക് കൊടുത്തു. ഒരു ഉസ്താദ് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തെന്തറിയോ? അള്ളാഹിനോട് തേടുക എന്ന് പറഞ്ഞാൽ അത് ലോക്കൽ KSRTCയിൽ പോണ പോലെയാണ്.
KSRTC ഇവിടെ ധൈര്യമായിട്ട് പറയാമല്ലോ, കാരണം കർണാടകയുടെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടും KSRTC തന്നെയാണ്, കേരള ട്രാൻസ്പോർട്ടും KSRTC ആണ്. മലയാളത്തിൽ മൊയ്ലിയർ പറഞ്ഞതാണ്, ഒരു ലോക്കൽ KSRTC പറഞ്ഞാൽ ഇങ്ങനെ കട എവിടെയെങ്കിലും വീണ പഞ്ചറായി, കിട്ടിയാൽ കിട്ടി, എത്തി പോയാൽ പോയി. അതാണ് ലോക്കൽ KSRTCയുടെ അവസ്ഥ. അതിൽ പോണ പോലെയാണ് അള്ളാഹിനോട് പറയൽ. മഹാന്മാരോട് തേടല് ബെൻസ് കാറിൽ യാത്ര പോണ പോലെയാണ്. ബെൻസ് കാറിൽ യാത്ര പോണ പോലെയാണ്. എന്താ പ്രത്യേകത? ബെൻസ് കാറിൽ യാത്ര പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മളിവിടെ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കാൻ. ആ സമയത്ത് കർണാടകൻ്റെ ഒരു KSRTC വന്നു, സുഹൃത്തിൻ്റെ ഒരു C ക്ലാസ് ബെൻസും വന്നു. നമ്മൾ ഏതിലാണ് കയറുക? നമ്മൾ ബെൻസ് കയറും അല്ലേ? സാധാരണക്കാരൻ തീരുമാനിച്ചു KSRTC കയറി ചിലപ്പച്ചും അല്ലെങ്കിൽ വഴി കിടക്കും. പക്ഷെ ഇത് ബെൻസ് കാർ ഔലിയാക്കളെ പിടിച്ചാൽ നേരെ അങ്ങോട്ട് കയറൂലേ. സാധാരണക്കാർ അള്ളാഹിനേക്കാളും വലിയ സ്ഥാനം. ഇത് മൊയ്ലിയന്മാർ അങ്ങനെ പറഞ്ഞു കൊടുത്തു ഇല്ലേ? മുഹ്യിദ്ദീൻ മാലയിൽ പറയാണ്, മര്യാദയുള്ള സീറിക്കോ കുട്ടിയെ മന്നാനെ നൽക നീ എന്ന് മോഴിന്തോവർ മറുപടി ലൗഹില്ല അവർക്കില്ല പിള്ളകൾ മുറുക്കുന്നു 2 കൊടുക്ക നീ ദയ്യാനെ കൊടുക്കാൻ എളുപ്പത്തിയില്ലെങ്കിൽ 3 കൊടുക്കേണമങ്ങിനെ 7 പിണ്ടോവർ 8 വീടും മുമ്പായിറയവൻ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. മൊയ്തി ഷെയ്ഖിന്റെ ഒരു മുരീദ് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖേ എനിക്ക് സന്താനില്ല, കുട്ടിയില്ല. ഉടനെ തന്നെ ഷെയ്ഖ് പറഞ്ഞു, അല്ലാഹ് എന്റെ മുരീദിന് സന്താനത്തെ കൊടുക്കല്ലാ. അല്ല പറയാ, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല. എന്താണ് ലൗഹുൽ മഹ്ഫൂദ് എന്നറിയോ? ലോകത്ത് അല്ലാഹു ആദ്യമായി പടച്ചത് ലൗഹിലെ കലമാണ്. ലൗഹിലെ കലമാണ് ലോകത്ത് അല്ലാഹു ആദ്യമായി പടച്ചത്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാ, ആ പേനയോട് എന്തെന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അതാണ് ലോകത്തിലൂടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ഒരു കാര്യം ലൗഹിലൂടെ തീരുമാനിച്ചതേ നടക്കാൻ കഴിയൂ. ഒരാൾക്ക് മക്കളുണ്ടാവില്ല എന്ന് വിധിച്ചാൽ അയാൾക്ക് മക്കളില്ല. ഉടനെ തന്നെ അല്ലാഹ് ശൈഖിനോട് പറയാണ്, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല. ഉടനെ തന്നെ അവിടുന്ന് ശൈഖ് പറയുന്നുണ്ടല്ലോ, 1 കൊടുക്കാൻ പറ്റൂലാന്നോ, എങ്കിൽ 2 കൊടുക്കല്ല. അല്ല പറഞ്ഞു 2 പറ്റൂല, എങ്കില് 3 കൊടുക്കല്ല. അല്ല പറഞ്ഞു 3 പറ്റൂല, എങ്കില് 4 കൊടുക്കല്ല. പറഞ്ഞ് 7 വരെ എത്തിയപ്പോ 8 വീടും മുമ്പായിറയവൻ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോ പറോ. 8 എന്ന് പറയോന്ന് പേടിച്ചിട്ട് അല്ല പറയാണ്, എങ്കിലും ഞാൻ 7 കൊടുത്തോളാ. പ്രിയമുള്ളവരെ, സാധാരണക്കാരന് കിട്ടിയതായ അറിവെന്താണ്? നിങ്ങളുടെ ആദ്യത്തെ മുഹ്യിദ്ദീൻ മാല എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ, നിങ്ങൾ മദ്ഹ് പാടിയ മാലയാ. അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടാത്തത് അള്ളാഹു തരൂല എന്നവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചത് ഇനി അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചോദിക്കാനുള്ളതാരാണ്? മഹാന്മാരാ എന്ന് നിങ്ങൾ അള്ളാഹിനെക്കാളും സ്ഥാനം വെച്ചു കൊടുത്തതാണ്. അള്ളാഹിനെക്കാളും സ്ഥാനം എല്ലാ കാര്യത്തിലും. ഇത് അറിഞ്ഞോ അറിയാതെയോ ആളുകളുടെ ജീവിതത്തിൽ വന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയ, സത്യം ചെയ്യാൻ ആരെ കൊണ്ടേ പറ്റുള്ളൂ? അള്ളാഹിനെ കൊണ്ട് മാത്രമാണ്. ഒരു മനുഷ്യൻ വന്ന് പറയാണ്, ലാ വൽ കഅബ, ഒരിക്കലുമല്ല, ഈ കഅബ തന്നെയാണ് സത്യം. അള്ളാഹിന്റെ മുത്ത റസൂലിൽ നിന്ന് ഹദീസ് പഠിച്ച, ഇൽമ പഠിച്ച മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവിടെന്ന് പറഞ്ഞു, ലാ തഹ്ലിഫ് ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യല്ലേ. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. ആര് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തോ അവൻ ശിർക്ക് ആണ് ചെയ്തത്, അവൻ കുഫറാണ് ചെയ്തത് എന്നാണ്.
ഈ സത്യം ചെയ്യൽ ആൾക്കാരോട് വന്നിട്ട് നമ്മളിങ്ങനെ പറയും, ഉള്ളാളത്തെ സയ്യിദ് അലവീനെ കൊണ്ട് സത്യം ചെയ്യുക. ഇപ്പം അതെങ്ങനെ വരുമ്പോൾ കയ്യും കാലും കിട്ടിയ ഒരു ഉറൂസ് നടക്കണില്ലേ, കടവ് കിടന്നിട്ട് അവിടെ പോയിട്ട് സത്യം ചെയ്യുക. ഇനി ഈ നാട്ടിൽ കുറച്ചപ്പുറത്ത് പോയി അവിടെ പോയിട്ട് സത്യം ചെയ്യുക. ഇതൊക്കെ ആളുകളുടെ ഒരു ഹോബിയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ആൾക്കാരോട് ചോദിച്ചോക്കെ, അള്ളാനെ കൊണ്ട് സത്യം ചെയ്തോ? വല്ലാഹി ഞാൻ പറഞ്ഞിട്ടില്ല, വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല, വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് പറയും. എന്നാൽ ഉള്ളാൾ സയ്യിദ് അലവീനെ കൊണ്ട് സത്യം ചെയ്യും, അത് ഞാൻ പറയില്ല, കാരണം പേടിയാണ്. അള്ളാനേക്കാളും പേടി ആരോടാ? പടപ്പോളോടാണ്, പടപ്പേളോടാണ്. അറിയോ, മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭങ്ങളില് അദ്ദേഹത്തിന്റെ മൂത്ത മകനും പണ്ഡിതനുമായ ശൈഖ് അബ്ദുൽ വഹാബ് വാപ്പാനോട് ചോദിക്കുന്നുണ്ട്, ബാപ്പാ എന്തെങ്കിലും ഒരു വസിയത്ത് നൽകുമോ എന്ന് ചോദിക്കുമ്പോ, മോനെ ജീവിതത്തിൽ ആശ്രയം കാണാൻ അള്ളാനെ മാത്രമേ കാണാവൂ എന്ന, അള്ളാനെ ഭയപ്പെടണേ, അള്ളാഹ്ക്കെതിരെ മറ്റാരെയും നീ പേടിക്കാൻ പാടില്ല. പക്ഷെ അള്ളാനേക്കാളും പേടി ആരെയാ നമുക്ക്? പടപ്പേളൻ. അള്ളാനെ കൊണ്ട് സത്യം ചെയ്യാൻ ഒരു മടിയുമില്ല, അള്ളാന്റെ പടപ്പുകളെ കൊണ്ട് ഇങ്ങനെ ഏത് മേഖല നോക്കിയാലും അള്ളാനേക്കാളും വലുതാണ് പടപ്പുകളെന്ന് സമൂഹത്തോട് വരുത്തി തീർത്തു. അതിൻ്റെ അപകടം തീർന്നിട്ടില്ല. അള്ളാന്റെ സ്ഥാനമൊക്കെ ഇടിച്ചു താത്തി കളഞ്ഞു. ഖുർആൻ പറഞ്ഞ അള്ളാന്റെ മഹത്വം പോലും ഇവരെടുത്ത് തോട്ടൊക്കെ വലിച്ചെറിഞ്ഞൊന്നും വെറുതെ പറയല്ല. ഇപ്പം ഈ പള്ളിയിൽ നിന്ന് ഹദ്ദാദും ചൊല്ലി മഹദറത്തുൽ ബദരിയും കഴിഞ്ഞിട്ട് ഉമ്മാരിങ്ങനെ നടന്നു പോയില്ലേ? എനിക്ക് ആശ്ചര്യം തോന്നി. എന്തെന്നറിയോ? നിങ്ങൾ നട്ടുച്ചക്ക് അള്ളാൻ്റെ പള്ളിക്ക് വരണമെന്ന് പറഞ്ഞൊക്കെ പറ്റൂല, ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് പറയും. ഈ നട്ടപ്പാതിരാത്രി വന്നപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രശ്നമായിട്ടില്ല. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ജാറത്തിലെ സ്ത്രീകൾക്ക് വഴിയുണ്ട്, അള്ളാന്റെ പള്ളിയിൽ ബോർഡ് കാണൂല. എന്നിട്ട് ഇപ്പോ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് ഒരു മൊയിലേരിങ്ങനെ കാത്തു കെട്ടിയിരിക്കുക ടിക്കറ്റ് പരിശോധിക്കാൻ, എന്നാലേ കയറാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടോ? لا تمنعوا النساء خروجهن من المساجد. അള്ളാന്റെ അഭയാർത്ഥികളായ സ്ത്രീകൾക്ക് അള്ളാന്റെ പള്ളികളെ തൊട്ട് നിങ്ങൾ പള്ളികളിൽ നിന്നുള്ള ഓഹരി നിങ്ങൾ തടയല്ലേ. لا تمنعوا إماء الله أن يصلين في المسجد. അള്ളാന്റെ പള്ളിയിൽ അവർ നമസ്കരിക്കുന്നത് നിങ്ങൾ തടയല്ലേ. ഒരുപാട് ഹദീസുകളുണ്ട്, ഞാൻ അവിടേക്കൊന്നും ചർച്ച ചെയ്യണില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാൻ. നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉത്തമം പാടില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചാവക്കാട്, കേരളത്തിലെ ചാവക്കാട് വെമ്പേനാട് നേർച്ചക്കുണ്ട് ഒരു താത്ത ആനപ്പുറത്ത് ജാറത്തിലെ ചന്ദനക്കൊടാൻ ഒരു ഷോളൊക്കെ കഴുത്തി കൂടെ ഇട്ടിട്ട് തലയിൽ തട്ടൊന്നുമില്ലാതെ ആനപ്പുറത്ത് താത്ത മഹബത്തുർ റസൂലും ഔലിയാക്കളുള്ള മഹബത്തൊക്കെ ഇട്ട് ഇങ്ങനെ കടന്നു വരാൻ. എവിടേക്ക് നിങ്ങൾ ഉമ്മത്തിനെ കൊണ്ടുപോകണേ? വേദന ഉണ്ട്. ഒരു കൈയിൽ മടക്കി പിടിച്ച പായും മറുകൈയിൽ ലൊക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവാളുകൾ വരെ നിങ്ങൾക്ക് പ്രശ്നമല്ല. നട്ടുച്ചക്ക് അള്ളാന്റെ പള്ളി കയറിയ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്സവം. എത്ര പെണ്ണുങ്ങളാ പള്ളിയിൽ ഇവിടെ കുത്തിയിരുന്നപ്പോൾ മദ്രസ ഹാളിലെ സ്വലാത്ത് ഹാളിലെ ഇരുന്നിങ്ങനെ ചൊല്ലിച്ചില്ലങ്ങള്. എന്നിട്ട് ആരോടാ പറഞ്ഞേ? അവിടെ അള്ളാന്റെ കേറ്റകർ ഇങ്ങനെ താത്തി കൊടുത്തില്ലേ? ദാഹം മൗത്തത് കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലഹീനവനാട്ടുവാൻ ബദിരിങ്കളാൽ ചുണറബ്ബനാ. മരിക്കുന്ന നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ അല്ലാ, ബദരീങ്ങളുടെ കാവല് തരണേ അല്ലാ. ആരോടാ ചോദിച്ചേ? അള്ളാനോട്. എന്താ ചോദിച്ചത്? ബദരീങ്ങളുടെ കാവല് തന്നെ. അപ്പൊ പടച്ചവന്റെ പണി എന്താ? ഇവർക്ക് ബദരീങ്ങളുടെ കാവല് കൊടുന്നു കൊടുക്കല. ഇതൊരു സൈഡിൽ നിന്ന് മൊയിലേര് ചൊല്ല. ദാഹം മൗത്തത് കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലൈനവനാട്ടുവാൻ ബദിരിങ്കളാൽ ചുണറബ്ബനാ. അപ്പൊ മറുപടി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ പറഞ്ഞു അവിടെ നിങ്ങൾ ഉറച്ചു നിന്നോ. ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിങ്ങൾ ഉറച്ചു നിന്നോ. സത്യത്തിൽ എന്താ അറിയോ? അർത്ഥം അറിയാത്തോണ്ട് ഇങ്ങനെ ചൊല്ലിപ്പോണതാണ്.
അല്ലാതെ ഇതൊന്നും മലയാളത്തിൽ പറഞ്ഞാൽ ഇവിടെ ആരും ചിന്തിക്കണില്ല. ഈ പള്ളിയിൽ മൗലൂദ് ഓതുമല്ലോ, നബിദിനത്തിന് റബിയുൽ അവ്വലിന് ഇപ്പോൾ റമദാനിലോതും മങ്കൂസ് മൗലൂദ്, എല്ലാവർക്കും അറിയാം. 2 ഹിക്കായത്ത് ചെല്ലുമ്പോൾ 51 കളവ് മുത്തുനബിയുടെ പേര് പറയാതെ 2 ഹിക്കായത്ത് കഴിയില്ല. ഒരു കളവ് പറഞ്ഞാൽ തന്നെ നരകത്തിലെ ഇരിപ്പിടം തയ്യാർ ചെയ്തോട്ടെ എന്നാണ്. അതിൽ 2ാമത്തെ ഹിക്കായത്ത് പറയേണ്ടത് ഫഖാല ഉസ്മാൻ ബിൻ ഹുവൈരിസീൻ, പള്ളിയിലിരിക്കണ എല്ലാ ഹോജമാരും പറയും റളിയല്ലാഹു അൻഹു. ഉസ്മാൻ, ഇവരിങ്ങനെ പേര് ഉസ്മാൻ ഹുവൈരിസി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവർ വിചാരിക്കണ വലിയ സഹാബിയാണ്. അതുകൊണ്ട് ഫഖാല ഉസ്മാൻ ബിൻ ഹുവൈരിസി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ ഹുവൈരിസി പറഞ്ഞ അമ്പലത്തിലെ പൂജാരിൻ്റെ പേരാണ്. അമ്പലത്തിലെ പൂജാരിൻ്റെ പേരാണ്. ബിംബം തലകുത്തി വീണപ്പോൾ ഉസ്മാൻ ബിൻ ഹുവൈരിസി ചോദിക്കുക, ബിംബമേ നീ എന്താ വീണ് കിടക്കണേ? അതിനാണ് ഇവർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞേ. എന്നിട്ട് നിങ്ങൾക്ക് അറിയാം, അതാണ് തനക്കസ്ത മക്ലൂബം ഫമാദാക കുല്ലന ഫമിൻ ഹുസൈനിനാ ഖദ്ദറത്തിൽ യറബിസുഹുബി സ്വലാത്തും വതസ്ലീമുൻ. പള്ളിയുടെ മിനാരത്തിൽ കൂടെ കേൾക്കാൻ, ബിംബമേ നീ എന്താ വീണ് കിടക്കണേ? സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയതി. ഒന്നിലേക്ക് മുഴുവൻ പറയാ, എന്നാൽ പിന്നെ ആശയെങ്കിലും അവിടെ കിട്ടും. ചെയ്യണത് നജീസ് തന്നെയാണ്, ഇനി ഉണക്കിയാലും ശുദ്ധമാവാൻ പോണില്ല. എന്നാൽ പോലും നിങ്ങൾ ആലോചിച്ചൊക്കെ, അതിലൊരു വിഷയം മുഴുവൻ ബിംബമേ നീ എന്താ വീണ് കിടക്കണം? റസൂൽ ജനിച്ചപ്പോൾ വിഗ്രഹം താഴെ വീണെന്നും അത് കണ്ടിട്ട് ഉസ്മാൻ ബിൻ ഹുവൈരിസ് ചോദിക്കുന്ന ഡയലോഗാണ്. ആളുകൾ അർത്ഥം അറിയില്ല. അത് മാത്രമല്ല, ഇത് ആരെ എഴുതിയെന്ന് പോലും മൊയ്ലിയന്മാർക്കും അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഇവിടെ മറുപടി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോക്കെ, മങ്കൂസ് മൗലൂദ് എഴുതിയ ആരാൻ? എല്ലാവരും പറയും സൈനുദ്ദീൻ മഖ്ദൂം എഴുതി എന്ന് പറയപ്പെടുന്ന, അങ്ങനെ പറയുള്ളൂ. നട്ടല്ലില്ല സൈനുദ്ദീൻ മഖ്ദൂം എഴുതി എന്ന് പറയാൻ, കാരണം മൂപ്പരല്ല. കാരണം എന്താ, ഈ മൗലൂദ് ഓതി പരിചയമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞു വറുവിയ. എന്താ വറുവിയ എന്ന് പറഞ്ഞാൽ സിയാ തസ്കീർ എന്നാണ് അതിന് പറയാ. അതായത് അഡ്രസ്സ് ഇല്ലാത്ത സാധനം. ഇങ്ങനെ പറയപ്പെടുന്നു, ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നു, ഇന്ന റിവായത്ത് ചെയ്യപ്പെടുന്നു. ആരാ പറഞ്ഞതിലുണ്ടാവില്ല. ഈ കള്ളക്കഥകളൊക്കെ അടിച്ചുവിട്ടു. പ്രിയമുള്ളവരെ, അതിൽ പറയാൻ അള്ളാനെക്കാളും സ്ഥാനം കൊടുത്ത മഹ്ലറത്തുൽ ബദ്രിയയില് നടന്നുപോയ ഉമ്മമാരോട്, ചൊല്ലാനിരുന്ന ആളുകളോട്, മൈക്കിലൂടെ ഓതിക്കൊടുത്ത ഉസ്താദുമാര് ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവരോട് നിങ്ങൾ ചൊല്ലിക്കൊടുത്ത ഈ വാക്കില്ലയോ, ബദരീങ്ങളുടെ കാവല് തരണേ അല്ലാ, അറിയണേ നിങ്ങൾ ആരാണ് ഇബ്ലീസ് എന്നറിയോ? നിങ്ങൾക്ക് കാവൽ ചോദിച്ച ഇബ്ലീസ് സാക്ഷാൽ ബദറിന്റെ രണഭൂമിയിൽ പങ്കെടുത്ത ആളാ. 300 ചില്ലാനം വരുന്ന ബദരീങ്ങളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പിന്നെ ഇബ്ലീസ് ഓടിയത് എപ്പോഴാണെന്നറിയോ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിലോ ഇബ്ലീസ് പേടിച്ച അള്ളാനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ അല്ലേ? ഇബ്ലീസ് പേടിച്ച അള്ളാനോട് ഇബ്ലീസിന്റെ ഷർറിന്ന് കാവൽ ചോദിക്കാൻ. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്ത് കൂടെ പറയാൻ ഞാൻ ആ വിഷയത്തിലെ. ഏതെന്നറിയോ? ഖുല്ലഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്തം നടത്തി പിന്മാറിക്കളയുന്ന ശൈത്താനിന്റെ ഷർറിൽ നിന്ന് ജനങ്ങളുടെ രാജാതിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു. അല്ലാഹ് ആരോടാ കാവല് ചോദിക്കണ്ടേ? അല്ലാഹ്നോട്. മൊയ്ലിയാരെ നിസ്കാരത്തില് കൈകെട്ടുമ്പോ പറയലുള്ളത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ശൈത്താനിന്റെ ഷർറിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്, നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അള്ളാഹിനേക്കാളും വലിയ പടപ്പുകളെ പഠിപ്പിച്ചു കൊടുത്തു. ഇനി അതിലെ വേറൊരു അപകടം കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താ അറിയോ? ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മങ്കൂസ് മൗലിദ് ഓതിയിട്ട് ചില കള്ളങ്ങൾ പറഞ്ഞു. തൊട്ടടുത്ത മാസം റബീഉൽ ആഖിറാണ്, ജീലാനി ദിനം. ഞാനത് നാടന്മാരോട് ചിന്തിക്കണവരോട് വേണ്ടിയിട്ടോ പറയണ്ടേ. ആ മാസം ജീലാനിയുടെ മദ്ഹ് പറഞ്ഞപ്പോൾ ജീലാനിയുടെ പേരിൽ കുറച്ച് കള്ളം പറഞ്ഞു. അള്ളാഹു ലോകത്ത് നടപ്പാക്കിയ കാര്യങ്ങളൊക്കെ ഏത് മാസം ആരുടെ പേരിലാണോ പറയണത് അവരുടെ തലക്കെട്ട് പറഞ്ഞു. ഇത് സാധാരണക്കാരനൊന്നും മനസ്സിലാക്കണില്ല. ഉദാഹരണത്തിന് റബീഉൽ അവ്വൽ മാസം മൗലൂദ് തുടങ്ങുകയാണ്, തുടക്കത്തിലാണ്.
എന്താ പറയണേ? നൂഹ് നബി മുഹമ്മദ് നബീനെ കൊണ്ട് ഇസ്തിയാസ ചെയ്തു, അപ്പോഴാണ് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഒന്നാമത്തെ മുർസല് മഹാനായ നൂഹ് അലൈഹിസ്സലാം. ആദ്യത്തെ നബി ആദം നബിയാണ്. ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. ആദ്യം വന്ന റസൂലായ നൂഹ് നബി അവസാനത്തെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിയാസ ചെയ്തത് കൊണ്ടാ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് മങ്കുസ് മൗലിദല്. അവർ റബീഉൽ അവ്വൽ നബിയുടെ ജന്മദിനമൊക്കെ ആഘോഷം. നെക്സ്റ്റ് മാസം വന്നു റബീഉൽ ആഖിർ. ഇന്ന് നബിദിനം 30 ദിവസത്തിൽ നിൽക്കാതെ ആദ്യമൊക്കെ റബീഉൽ അവ്വൽ 12 വരെ, ഇപ്പോൾ റബീഉൽ അവ്വൽ 30 കഴിഞ്ഞു, റബീഉൽ ആഖിറിക്കും കടന്നിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോൾ ബിസ്ക്കറ്റ് തിന്നുമ്പോൾ വാപ്പ പറയും, മോനെ മൂത്രമൊഴിക്കുമ്പോൾ ബിസ്ക്കറ്റ് തിന്നാൻ പാടില്ല. അപ്പോൾ കുട്ടി പറയും, ഞാൻ ഇതിൽ മുക്കി തിന്നും, നിങ്ങൾ എന്താ കാട്ടുക? ആ പരിപാടിക്ക് നമുക്കൊന്നും മറുപടി പറയാനില്ല. നബിദിന റബീഉൽ അവ്വൽ 12 ഞങ്ങൾ 30 ആഘോഷിക്കും, അതിനപ്പുറത്തേക്ക് ഇനി 10 ഉണ്ടെങ്കിൽ അതും ആഘോഷിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ നബി ജനിച്ചതിൻ്റെ പേരിൽ എന്ത് പറഞ്ഞു? ഈ മൗലൂദ് ഇങ്ങനെ പാടി. അത് കഴിഞ്ഞ് അടുത്ത മാസം ജീലാനി ദിനം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ജീലാനി ജനിച്ചതാവും. അല്ലാട്ടോ, ജീലാനി മരിച്ചതാ. എന്താ ജീലാനി ജനിച്ച ദിവസം ആഘോഷിക്കാത്തെ? എന്തുകൊണ്ട് ആഘോഷിക്കാത്തെ? ജീലാനി ജനിച്ചത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്കൽ ആണ്ടുണ്ട്. 12 മാസത്തെ സ്കെച്ച് കറക്റ്റ് അവരുടെ കയ്യിൽ. എല്ലാ മാസങ്ങളും നോക്കിയോ പള്ളിയിൽ മൗലൂദും ചോറും ഉണ്ടാവും, എല്ലാ മാസം ചീരണിയും കൈമുടക്കും ഉണ്ടാവും. കാരണം ഇത് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓർഡറിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ജീലാനി ദിനം ജീലാനി ജനിച്ചതല്ല, ജീലാനി മരിച്ചതാണ്. എന്നിട്ടോ നബിദിനത്തിന് പറഞ്ഞു നൂഹ് നബിയോട് ഇസ്തിയാസ ചെയ്തതുകൊണ്ട്, നൂഹ് നബി മുഹമ്മദ് നബിയോട് ഇസ്തിയാസ ചെയ്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. റബീഉൽ ആഖിർ വന്നപ്പോൾ ബഹ്ജ എടുത്തോതി, അനകുന്തു മഅനൂഹിം ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ ലാ കഫി ഖുദറതി. നൂഹിന്റെ കൂടെ കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഞാനും ഉണ്ടായിരുന്നു. ആര്? മൊഹിദ്ദീൻ ശൈഖ്. അതുകൊണ്ട് തന്നെ എൻ്റെ കഫാകുന്ന കുദറത്തിലാണ് നൂഹിനെ ഞാൻ രക്ഷപ്പെടുത്തിയത് എന്ന് മുഹിയുദ്ദീൻ ശൈഖ്. റബീഉൽ അവ്വൽ പറഞ്ഞു മുഹമ്മദ് നബിയോട് തേടിയോണ്ടാ രക്ഷപ്പെട്ടത്. റബീഉൽ ആഖിറത്തിൽ പറഞ്ഞു അല്ല, ജീലാനിയാണ് രക്ഷപ്പെടുത്തിയത്. എന്നാ പഠിച്ചോ, അള്ളാന്റെ ഖുർആൻ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹ് പറയാ, ഫഇദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക്, നീയും നിന്റെ ആളുകളും കപ്പലിലൂടെ ശരിയായി കഴിയുമ്പോ ഫഖുല്ലപ്പോൾ നീ പറയേണ്ട വാക്കെന്താണെന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ അക്രമികളായ ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹ്, അക്രമികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹ്, നിനക്കാണ് സർവസ്വതിയുമെന്ന് പറഞ്ഞോ. അപ്പൊ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു രക്ഷപ്പെടുത്തിയത് അള്ളാഹുവാണ്. ബഹജയിൽ പറഞ്ഞു മൊയ്തീൻ ശൈഖാണ്. മങ്കൂസ് മൗലിദ് പറഞ്ഞു മുഹമ്മദ് നബിയാണ്. ഇനി ഏതാ വേണ്ടെന്ന് നാട്ടുകാരെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അള്ളാനെ ചെറുതാക്കുക, അള്ളാൻ്റെതൊക്കെ മറ്റുള്ളവർക്ക് എടുത്തു പറയാം. ഈ കേരളത്തിലെ RSSന്റെ ഒരു നേതാവുണ്ട്, കുമ്മൻ എന്ന പേരുള്ള ഒരാൾ, ഒരു നാട്ടിലെ ഗവർണറൊക്കെ ആയിരുന്നു BJPന്റെ. അദ്ദേഹം ഞാൻ ഒരു ദിവസം വീഡിയോ കണ്ടപ്പോൾ കണ്ടു, 2 സന്യാസിമാരുടെ കഥ പറയുന്നു. അതാരെന്നൊരു സത്യത്തിൽ സ്വഹാബത്തിന്റെ കഥയാണ്. സ്വഹാബി എന്ന് മാറ്റി സന്യാസി എന്നാക്കിയിട്ട് ആൾ പ്രസന്റ് ചെയ്ത പോലെ എവിടൊക്കെ അല്ല രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു, അള്ളാന്റെ പേര് അവിടെ നിന്ന് മായ്ക്കുക, ആരുടെ പേരിലാണ് മൗലൂദ് ഓതുന്നത് അവരുടെ അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. തീർന്നില്ല. മങ്കൂസ് മൗലൂദിൽ അടുത്ത വരി എന്താണെന്നറിയോ? വകാന ഫീ സുൽബി ഇബ്രാഹീമ ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹ്ബുഹാ മുഹ്മദാ. ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം മുതുകത്തെ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലഹ്ബുഹാ മുഹമ്മദാ, ആ ജ്വാല അവിടെ അണഞ്ഞു പോയെന്നാണ്. ഇബ്രാഹിം നബി രക്ഷപ്പെടാൻ കാരണം മുഹമ്മദ് നബിയാണ്. അപ്പുറത്ത് റബീഉൽ ആഖിർ വന്നപ്പോഴോ കുൻതുമ ഇബ്രാഹീമ മുൽകം ബിനാരിഹി ഫമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതി.
നോഹിന്റെ അവിടുന്ന് ഇബ്രാഹിം നബിയുടെ കൂടെ ഞാനുമുണ്ടായിരുന്നു. കുന്തോമ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കൂടെ ഞാനുമുണ്ട്. മുൽക്കം ബിനാരി, അദ്ദേഹത്തെ തീയിലെറിയപ്പെട്ടപ്പോ ആ തീ അവിടെ തണുത്തു പോയിട്ടില്ല. ഇല്ല ബിദഅവതി, ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴല്ലാതെ. അപ്പൊ രക്ഷപ്പെടുത്തിയതാരാ? മൊയ്തീൻ ശൈഖാണെന്ന് ജീലാനി ദിനത്തിലെ, മുഹമ്മദ് നബിയാണെന്ന് റബീഉൽ അവ്വൽ മാസത്തിലെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു രണ്ടുമല്ല. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹ് പറഞ്ഞു, ഞാനാളെ വിളിച്ചു പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ മേലെ തണുപ്പും രക്ഷയുമാകണമെന്ന് ഞാനാണ് പറഞ്ഞതെന്നല്ലാഹ്. ഓക്കെ, അള്ളാന്റെ സ്ഥാനമൊക്കെ ഇതുകൊണ്ടൊന്നും അവസാനിക്കണില്ല. അപ്പൊ ആൾക്കാരൊക്കെ മിയറാജ് നോമ്പ് എന്നും പറഞ്ഞൊരു നോമ്പ് നോറ്റ് നടന്നില്ലേ ഇല്ലേ? ഇസ്ലാമിലുള്ള എത്ര സുന്ദരമായ അധ്യാപനം, അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇല്ലാത്തതിൻ്റെ പേര് നിങ്ങൾ നടത്തിയപ്പോൾ ആ മിയറാജിൽ വരെ അള്ളാഹ്ക്ക് പഴച്ചു എന്ന് പറഞ്ഞൊരങ്ങള് ഇല്ലേ? മിയറാജിൽ കൂടിക്കയറി പോകുമ്പോ അള്ളാന്റെ റസൂല് കോണി വഴുതിയപ്പോ ഷോൾഡർ കാണിച്ചു കൊടുത്തത് മൊയ്തീൻ ശൈഖാണ്, മുഹിയുദ്ദീൻ ശൈഖാണെന്ന് നിങ്ങൾ എഴുതി വെച്ചില്ലയോ? കുറെ അബദ്ധങ്ങൾ. ഇത് സത്യത്തിൽ എന്താണെന്നറിയോ? നാട്ടുകാരോടും കൂടെ പറയാ, സലഫികളെ പേടിച്ചിട്ടാണ് പലതും പുറത്ത് കാണിക്കാത്ത. സലഫികളെ പേടിച്ചിട്ടാണ്. ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹിനേക്കാളൊക്കെ സ്ഥാനം ഇവർക്കൊക്കെ കൊടുത്തു. ഞാനിത് പറഞ്ഞത് ഇതൊന്നും വെറുതെ ഇല്ല. നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ദുബായി പോകണോ? ടിക്കറ്റും വിസ ഇല്ലാണ്ട് വേണോ? പെണ്ണുങ്ങളെ വളക്കണോ? വേറെ പുസ്തകമുണ്ട്, ഷുമൂസുൽ അൻവാർ. ഇതൊക്കെ ദീനുൽ ഇസ്ലാമാണ്. ഈ ഷുമൂസുൽ അൻവാർ 75 റുപ്യേൻ്റെ വിലയുള്ളൂ. അതിലൊരു കള്ളിയൊക്കെ വരച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ഇവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാവലാളെന്നവർ മധു പറഞ്ഞ KVM ബന്താവൂരിൻ്റെ പുസ്തകം. ആ കള്ളിയൊക്കെ വരച്ചൊരു മൂലക്ക ഇരുന്ന് കള്ളിയൊക്കെ വരച്ച് ആരും കാണാതെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് പാതിരാത്രി ആ കള്ളിയുള്ള പേപ്പറൊക്കെ വെച്ച് അതിൽ ചൊല്ലാനുള്ള ദിക്റൊക്കെ ചെല്ലുമ്പോൾ ആ പേപ്പർ ഒരടി ഇങ്ങനെ പൊന്തി നിൽക്കും. ആ പേപ്പർ വലത് തുടയിൽ വെച്ച് കെട്ടി ദുബൈ ലക്ഷ്യമാക്കി 3 കാലടി വെക്കുമ്പോഴേക്കും നമ്മൾ ദുബൈയിൽ എത്തുന്നാൻ. ഈ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് തലക്കടിക്കണ്ടേ? പാവം പ്രവാസികൾ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്നാൽ ടിക്കറ്റ് റേറ്റ് കുറയണമെന്ന് അറിയാൻ വേണ്ടി. ഇല്ലേ? ഇതൊക്കെ ഇവരുണ്ടാക്കിയ ദീനാണ്. പലതും നമ്മളെ പേടിച്ച പുറം ലോകം കാണാത്തോണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അള്ളാന്റെ സ്ഥാനമൊക്കെ പറഞ്ഞു വെച്ചെന്ന് മാത്രമല്ല, ഇതിലൊരു അത്ഭുതം എന്താ അറിയോ? മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി ഞങ്ങളുടെ ഷെയ്ഖ് അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒറിജിനൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് അത് പറഞ്ഞിട്ടില്ല. അത് മൊയ്ലിയന്മാർ പഠിപ്പിക്കൂല ഞങ്ങളെ. കാരണം അത് പഠിപ്പിച്ചാൽ, അദ്ദേഹത്തിന്റെ ഫതഹുർ റബ്ബാനി പറഞ്ഞു തന്നാൽ, ഫുതൂഹുൽ ഗൈബ് പഠിപ്പിച്ചാൽ, ഇവിടെ ഊതി വീർപ്പിച്ച സമസ്തവും തകരുമെന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹത്തിനെ വിറ്റ് പണമാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ത്യാഗമാണോ മുഹിയുദ്ദീൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. ഇറാഖിന്റെ ബാഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴിൽ പഠനം നടത്തി പൂർത്തിയാക്കി ഇറങ്ങുമ്പോ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു, മോനെ ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാണ്, തൗഹീദിന്റെ ധ്വജവാഹകനായി ഇറങ്ങണമെന്ന് പറയുമ്പോ 26കാരൻ ഇറങ്ങി കവലകളായ കവലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങളെ തീർത്തു. ലോകത്തിന് വിലപ്പെട്ട കിതാബുകൾ സമ്മാനിച്ചു. ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 52ാമത്തെ വയസ്സിലാണ്. ആ 52ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി വിവാഹം കഴിക്കുന്നത്. അന്ന് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ച പേരാണ് മുഹിയുദ്ദീൻ, ദീനിന്റെ പുനരുദ്ധാരകൻ എന്നാണ്. ഇവരെന്താ പറഞ്ഞെന്നറിയോ? മുഹിയുദ്ദീൻ മാലയില് 26ാമത്തെ വരിയില് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന സമസ്തയുടെ ഔദ്യോഗിക മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനത്തില് വെള്ളിയാഴ്ച ദിവസം അബ്ദുൽ ഖാദർ ജീലാനി ചെരുപ്പില്ലാതെ നടന്നു വരുമ്പോ ഒരു മനുഷ്യൻ മരിക്കാനായി കിടക്കുന്നു. അയാൾ അബ്ദുൽ ഖാദർ ജീലാനി തലോടി. അയാൾ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, എന്റെ പേര് ദീനുൽ ഇസ്ലാം, ഞാൻ മനുഷ്യരൂപത്തിൽ വന്നതാണ്, ഞാൻ മരിക്കാനായി, താങ്കളാണ് എന്നെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് ഇനി മുതൽ താങ്കളുടെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. അദ്ദേഹം അബ്ദുൽ ഖാദർ എന്ന ആ വ്യക്തി പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നു മുഹിയുദ്ദീൻ. എന്നിട്ട് മുസ്തഫൽ ഫൈസി ആ കിതാബ് ഉപയോഗിച്ചത് എന്തിനാണെന്നറിയോ? ദീനുൽ ഇസ്ലാം മനുഷ്യരൂപം പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളതിനാണ്. എവിടേക്ക് അവർ ഇതിനൊക്കെ കൊണ്ടുപോയേ?
എന്നിട്ട് ആ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി ഇവർ പറഞ്ഞതാണ്, നൂഹ് നബിയെ രക്ഷിച്ചത് മുഹിയുദ്ദീൻ ഷെയ്ഖാണ്, ഇബ്രാഹിം നബിയെ രക്ഷിച്ചത് മുഹിയുദ്ദീൻ ഷെയ്ഖാണ്. തീർന്നില്ല. അന കുന്തു മഅ ദാവൂദ കുന്തു മഅ അയ്യൂബ കുന്തു മഅ സുലൈമാന. എല്ലാ നബിമാരുടെ കൂടെയും മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ അബദ്ധം എവിടെയാണെന്നറിയോ? കക്കാൻ പഠിച്ചു, പക്ഷേ നിൽക്കാൻ അറിഞ്ഞിട്ടില്ല. അല്ലാതെ കൊല്ലുന്ന ആളന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈ പീഡിപ്പഞ്ഞാനെന്നോവർ. അല്ലാതിനെ കൊല്ലുന്ന നാൾ ഞാൻ ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്നുവെങ്കിലോ കൊന്നവന്റെ കൈ ഞാൻ പിടിക്കുമായിരുന്നു. ആരായി ഹല്ലാജ് എന്നറിയോ? അയാളുടെ ഫുൾ നെയിം ഹല്ലാജുൽ മൻസൂർ എന്നാണ്. ഈ ഹല്ലാജുൽ മൻസൂർ ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞു വന്നവനാണ്. ഇനി ഒരു അബദ്ധം കൂടെ പറഞ്ഞുതരാം. ഞാൻ അബദ്ധം എന്ന് പറഞ്ഞ വെറുതെ അല്ല. ഇബ്രാഹിം നബിയുടെ കാലത്ത് ഞാനുണ്ട്. മാലയുണ്ട്. മൊയ്തീശ പറഞ്ഞതല്ലേ, ഇവര് പറഞ്ഞതാണ്, കോഴിക്കോട്ടുകാരൻ പറഞ്ഞതാണ്. ഇബ്രാഹിം നബിയുടെ കാലത്ത് ഞാനുണ്ട്, നൂഹ് നബിയുടെ കാലത്തുണ്ട്, അയ്യൂബ് നബിയുടെ കാലത്തുണ്ട്, ദാവൂദ് നബിയുടെ കാലത്തുണ്ട്, സുലൈമാൻ നബിയുടെ കാലത്ത്, എല്ലാ നബിമാരുടെ കാലത്തും ഞാനുണ്ട്. പക്ഷെ മുഹമ്മദ് നബിക്ക് ശേഷമാണ് ആര് പറയണത്? ഹല്ലാജ് വന്ന്. അന്ന് ഞാൻ ഉണ്ടായിട്ടില്ല. അന്ന് ഉണ്ടായിരുന്നെങ്കിൽ കൈ ഞാൻ പിടിക്കുമായിരുന്നു. അതാ ഞാൻ വൈരുദ്ധ്യം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇനി ഹല്ലാജുൽ മൻസൂർ ഞാൻ അല്ല എന്ന് പറഞ്ഞവനാണ്. നമ്പർ 1 തരികട. മുടിക്കച്ചവടത്തിൻ്റെ മാതൃകയൊക്കെ അവിടെ നിന്നാണ്. ഞാൻ എടുത്തുദ്ധരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം ഒരാളോട് കണ്ണു കാണാത്തവനായിട്ട് അഭിനയിക്കാൻ ഇയാൾ ആവശ്യപ്പെടാൻ. ഇയാൾ കണ്ണു കാണാത്തവനായിട്ട് അഭിനയിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ വന്ന് അയാളുടെ ദിവ്യത്വം കൊണ്ട് ഇയാളുടെ കണ്ണിന് കാഴ്ച കൊടുക്കുന്നു. അങ്ങനെ ഇയാൾ മഹാരഥനായ വലിയായി. പിന്നീട് ഇദ്ദേഹം വന്നിട്ട് ഏറ്റവും ടോപ്പ് അള്ളയായിട്ട് മാറി. നാട്ടുകാർക്ക് കാര്യം പിടികെട്ടിയപ്പോൾ നാട്ടുകാർ തല്ലിക്കൊന്ന മനുഷ്യനാണ് ഹല്ലാജുൽ മൻസൂർ. അതുകൊണ്ടാണ് ഹല്ലാജെ കൊല്ലുന്ന ആൾ അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈപ്പിടിപ്പൻ ഞാനെന്നവർ. കണ്ടോ, തൊട്ടടുത്ത കടയിൽ നിന്ന് മുസല്യം കൊണ്ടുപോയിട്ട് ഒരു ആചാര്യത്ത് കൊണ്ടുപോയി കൊടുത്ത് 1000 ദീനാർ മേടിച്ചു കൊടുത്തവരുടെ മൗലിദിൻ്റെ ഓദർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടെ കിടന്നോട്ടെ, ഒരു സാമ്പിളിന് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ സംഭവങ്ങളെ, ഹല്ലാജിനെ ഞാൻ അള്ളയാണെന്ന് പറഞ്ഞവരൊക്കെ ഒരു വെള്ളപൂശിയിട്ടുണ്ട്. അതിൽ പെട്ട ആളാണ്. 2 ആളാണ് ലോകത്ത് അള്ളയെന്ന് വാദിച്ചത്. ഒന്ന് ഹല്ലാജുൽ മൻസൂറാൻ, മറ്റാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാക്ഷാൽ ഫിർഔനാണ്. ആ ഫിർഔനിനെ പറ്റി ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ? സമസ്തയുടെ അക്ബരിയ ത്വരീഖത്തിലെ ഫുസൂസുൽ ഹിക്കം എന്ന് പറയുന്ന കിതാബുണ്ട്. വെറുതെ പറയല്ല, എഴുതി വെച്ചോ. കിതാബിന്റെ പേര് ഫുസൂസുൽ ഹിക്കം എന്നാണ്. ആ കിതാബിൽ പറയാണ്, കാമിലായ മുഅ്മിനാണ് ഫിർഔൻ. കാമിലായ മുഅ്മിനാണ് ഫിർഔൻ. മൂസാ നബി ഫിർഔനിന്റെ ശത്രുവാണ്. മൂസാ നബി മയ്യത്ത് കുളിപ്പിക്കാത്തത് കാരണത്താലാണ് അല്ലാഹു ഫിർഔനിനെ ചെങ്കടലിലൂടെ മുക്കിയത് എന്നാണ്. അല്ലാതെ അല്ല മുക്കിക്കൊന്നതല്ല, മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വാക്ക് ഫഖറജ ത്വാഹിറൻ മുത്വഹറ, പരിശുദ്ധവാനായി, പരിശുദ്ധത നൽകപ്പെട്ടവനായി അങ്ങ് ഫിർഔനിനെ അല്ലാഹു ഉയർത്തി എന്നാണ്. ഇത് സാധാരണക്കാരന് കേട്ടുപരിചയം ഉണ്ടാവില്ല. ഈ ഹാലിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കുന്ന അക്ബരിയ ത്വരീഖത്ത്, സമസ്തയുടെ അംഗീകൃത ത്വരീഖത്ത്, സമസ്ത മതമെഴുതിയ ത്വരീഖത്ത്, അവരുടെ കിതാബാണ് ഫുസൂസുൽ ഹിക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാന്ന് പറഞ്ഞ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്. പ്രവാചകൻ മരത്തിന്റെ താഴെ വിശ്രമിക്കുമ്പോ അഗ്രാബിയായ മനുഷ്യൻ വന്ന് പ്രവാചകന്റെ വാളെടുത്ത് കണ്ടു നാടിക്ക് നേരെ വെച്ച്, മുഹമ്മദ്, നിന്നെ ഇപ്പോൾ എന്നിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോ അല്ലാഹ്. കണ്ടോ, ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണുപോയി. നമ്മളാണെങ്കിലോ CM മടവൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൊണ്ടുപോയില്ലേ? കാരണം എന്താണ്? എല്ലാ കൺട്രോളും പടപ്പുകൾക്ക് വെച്ചു കൊടുത്ത്. അള്ളാഹിനെക്കാളും വലുത്. അള്ളാഹ്ക്ക് 99 നാമം, മൊയ്തീൻ ശൈഖിനോ 99 നാമം. നിങ്ങൾ പഠിപ്പിച്ചില്ലേ? അള്ളാഹ്ക്ക് 99, ശൈഖിന് 99. അള്ളാഹിന്റെ പ്രത്യേകത സൂറത്ത് യാസീനിലൂടെ കാണാ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ.
ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നതാണ് അള്ളാന്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ, അള്ളാന്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ മൊയ്‌ദി ശൈഖിന്റെ പ്രത്യേകത എന്താ ഇവർ എഴുതി വെച്ചത്? എന്നോടേകല്ലൂടയവൻ തന്റെ ആകുന്നു ഞാൻ ചൊല്ലുകിൽ ആകും മാതെന്നോവർ. ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞാൽ ഉണ്ടാകുന്നു, മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞാലും ഉണ്ടാകുന്നു, തീർന്നില്ല. അല്ലാഹ്ക്കും മേലെ പറഞ്ഞു വേണ്ടിയിട്ട് വല്ലോരോ വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വണ്ണം മാദീനെ മാറ്റുന്നവർ. ഇനി ഉണ്ടാകൂന്ന് പറയണ്ട, മനസ്സിലൊന്ന് കരുതിയിട്ട് നോക്കിയാൽ മതി, ആ വസ്തു ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ്. മൊയ്‌ദി ശൈഖ് എങ്ങാനും തിരിച്ചു വന്ന് നിങ്ങളെ ചാട്ടവാറിനടിക്കും. അദ്ദേഹം എങ്ങാനും തിരിച്ചു വരാൻ അള്ളാഹു ആയുസ്സിൽ തൗഫീഖ് കൊടുത്ത ഈ മൊയ്‌ലിയന്മാരെ ചാട്ടവാറിനടിക്കും. കാരണം അദ്ദേഹം പോലും പറയാം അതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയണേ. സമസ്ത മദ്രസയിൽ 1ാം ക്ലാസ് പഠിക്കണം മോനോട് നിങ്ങൾ ചോദിക്കും, മോനെ ആരടാ മഴ പെയ്യിപ്പിക്കണേ? കുട്ടി പറയാ അല്ലേണൻ. അതുപോലെ ഇവര് പറഞ്ഞില്ലേ കുത്തുബിയത്തിലെ പാറന്നൂർ പി മൊയ്‌ദീൻ കുട്ടി മുസ്ലിയാർ, മുജാഹിദയുടെ അർത്ഥം പറഞ്ഞൊന്നും വേണ്ട, പാറന്നൂർ പി മൊയ്‌ദീൻ കുട്ടി മുസ്ലിയാർ കുത്തുബിയത്തിന്റെ വ്യാഖ്യാനം പേജ് നമ്പർ 27. യാ കുത്തുബ അഹ്ലി സമാ വൽ അർളി ഔസഹുമാ യാ ഫൈല ഐനൈ വജൂദിഹിം ഔസഹുമാ. ആകാശലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ, മഴ പെയ്യിപ്പിക്കുന്ന മഹാനേ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ മൊയ്‌ദി ശൈഖിന്റെ പേരിലല്ലേ. പക്ഷെ ആരാണ് ശൈഖ് എന്നറിയോ? ഫത്ഹുർ റബ്ബാനി എന്ന് പറയുന്ന കിതാബിലോ വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണെങ്കിലോ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ മഅയ്യത്താണ്, അല്ലാഹുവിന്റെ കൂടെ പോലും മറ്റൊരാളോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞ വാക്കെന്താണ്? നിന്റെ ഹൃദയത്തെയാണ് നീ പള്ളിയാക്കേണ്ടത്. ആ ഹൃദയമാകുന്ന പള്ളിയിലോ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ ദുആ ചെയ്യല്ലേ. കണ്ടോ, ഹൃദയമാകുന്ന പള്ളിയില് അല്ലാഹുവിന്റെ കൂടെ ഇത് പറഞ്ഞ ആളാ മുഹിയുദ്ദീൻ ശൈഖ്. പിന്നെ ഞങ്ങൾ കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടല്ലോ. ഇവിടുത്തെ പള്ളിയില് ഹദ്ദാദ് ജൊല്ലി സയ്യിദ് അൽ ഫഖീഹ് മുഹമ്മദ് ബിൻ അലി ബാലി ഉസൂലി ഫുറി കുറെ ആൾക്കാർക്ക് ഇങ്ങനെ പാർസൽ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഫാത്തിഹ ഓതിയില്ലേ? ഇവരങ്ങനെയാണ്, സ്വന്തമായിട്ട് ഈ ഫാത്തിഹ കുറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കണവരെ കേട്ടങ്ങൾ ഞെട്ടും. കാരണം നിസ്സാര ആൾക്കാർക്കൊന്നല്ല, പാവങ്ങൾ പോയിട്ട് കൈപിടിച്ചിരിക്കാന്നല്ലാതെ ഇവരറിയണില്ല. കാരണം ഇടക്കിടക്ക് ഒരു അല്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അങ്ങോട്ട് അള്ളാൻ്റെ അടുക്ക കബൂലായി എന്നുള്ളതാണ്. ഫാത്തിഹ അയച്ചു കൊടുത്തപ്പോൾ മരിച്ചു കൊടുത്തൊക്കെയാണെങ്കിൽ പിന്നെ റസൂല് സഹാബത്ത് കുടുംബമൊക്കെ പറഞ്ഞിട്ട് ഓതിയത് പോലത്തെ പ്രതിഫലൻ അങ്ങനെ പറഞ്ഞിട്ട് പിന്നിൽ ബദരീയന വൽ ഉഹുദീയന വൽ ഖന്ദഖീന, ബദരീങ്ങൾ ഉഹുദീങ്ങൾ ഖന്ദഖ് യുദ്ധത്തിൽ പങ്കെടുത്തവര്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വൈലാ ഹദറത്ത് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ്, വൈലാ ഹദറത്ത് ശൈഖ് റിഫായി നാഗൂരി അജ്മരി ഏർവാടി മുത്തുപേട്ടി. അങ്ങനെ എല്ലാവർക്കും ഞങ്ങളോട് സാന്ദർഭികമായിട്ട് പറയും, ഈ അജ്മീരി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടണില്ലേ? അജ്മീറിൽ പോയിട്ട് ഹുത്തുബ വെള്ളിയാഴ്ച എങ്ങനെ ഹുത്തുബ കേൾക്കണ തമിഴില്ല, അവർക്ക് പ്രശ്നമല്ല. അവിടെ പോയിട്ട് തമിഴ് ഹുത്തുബ കേട്ടിട്ട് സിയാറത്തിന് പോണേ, അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഇവിടെ മലയാള ജുമ ശരിയാവില്ല. നിങ്ങളെ സമസ്തയുടെ നിലവിലെ നേതാക്കന്മാരെ മലയാളത്തിൽ ഹുത്തുബ നടത്തിയവരാ, രേഖ കയ്യിൽ വെച്ചിട്ട് ഞങ്ങളോട് പറയണേ. നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ തെളിയിച്ചു തരും ഏതൊക്കെ പള്ളിയിൽ. ഇന്നും മഞ്ചേരി പള്ളിയിൽ നിങ്ങൾ മലയാളത്തിൽ ഹുത്തുബ നടത്തുന്നില്ലേ? ഇല്ലേ? അപ്പോൾ ഇങ്ങനെ ആളുകൾക്കൊക്കെ ഫാത്തിഹ അയച്ചു കൊടുത്തിട്ട് പിന്നെ പറയണത് ആരാണ്? കേരളത്തിൻ്റെ പുറത്ത് ഔലിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ് ഉള്ളാളി, നാഗൂരി, അജ്മീരി, ഇങ്ങനെ വന്ന് കേരളത്തിൽ പുത്തമ്പള്ളി, ഐലക്കാടി, പുത്തൂരി, കബക്കി, KCE എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അവസാനം
പിന്നെ ജദ്ദിനാവ ജദ്ദാത്തിനാവ ഖാലിനാവ ഖാലാത്തിനാവ അമ്മിനാവ അമ്മാത്തിന, എളാപ്പമാര് അമ്മാവന്മാര് അമ്മായിമാര് മൂത്താപ്പമാര് മൂത്തമ്മമാര്. അത് പള്ളി ദർസിൽ ഓതുമ്പോൾ അതിന്റെ ഷറഹ് എന്താ പറയാന്നറിയോ? വൈൻ അലാന്ന്, അവരെത്ര ഉയർന്ന, അതായത് വല്ലിപ്പാന്റെ വല്ലിപ്പ, മുത്തുമ്മാന്റെ മുത്തമ്മ, ഇവർക്കൊക്കെ ഈ ഓതിയ പോലത്തെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവസാനം മൊയിലേര് പറയും നമ്മളീന്ന് മരിച്ചുപോയ ആൾക്ക് പ്രത്യേകിച്ചും അല്ലേ. എന്നിട്ട് ഇത് കുത്തുബിയത്തിന് മൊയിലേരെ വിളിച്ചാൽ വീണ്ടും അയച്ചു കൊടുക്കാർക്കെന്നറിയോ? മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറുഅസാഹിം, ജിന്നിന്റെ നേതാക്കന്മാര് നായകന്മാര് ജിന്നൗലിയാക്കള്. അഹ്മർ വത്തംറയാത്ത് വഹസ്സലഹ്കോഷ് മൈമൂൻ ഹദലയാജന സ്ഥലസോഷ് മൈമൂൻ സന്നിക ശതദഷ്കോഷ് അബിയൽ ശംഹൂർഷ് സൗബിആ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാനു അലൈഹിസ്സലാം. ഞാൻ വെറുതെ തശ്വീഷ് എന്ന് പറഞ്ഞൊന്നല്ല, ഇവരുടെ 11 ജിന്നൗലിയാക്കള. വേണം ഒന്ന് സ്ലോയിൽ പറഞ്ഞുതരാ. അഹ്മർ, തംറയാത്ത്, ഹസ്തശ്ലഹ്കൂഷ് മൈമൂൻ, ഹദലയാത്ത്, നസ്തലസ്തൂഷ് മൈമൂൻ, സുൻഇക, ശതദഷ്കൂഷ്, അബിയല, ശംഹൂറഷ്, സൗബിആ. ഇവർക്കൊക്കെ ഫാത്തിഹ അയച്ചു കൊടുക്കണേ. ഇപ്പൊ പോയ പെണ്ണുങ്ങൾ, ഉമ്മമാരെ, പെണ്ണുങ്ങമാരെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അവിടെ നിന്ന് 5-6 ആൾക്കാർക്ക് ഫാത്തിഹ അയച്ചു കൊടുത്തിട്ടാ പോയേ ഇല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഇങ്ങനെ ഫാത്തിഹയൊക്കെ അയച്ചു കൊടുത്തിട്ട് ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ തേടിയിട്ട് ഇങ്ങനെ പോണ ആൾക്കാരോട് നമ്മൾ ചോദിക്കാണ്, ഇത് എവിടെ നിന്ന് ഈ മാതൃക കിട്ടിയിട്ടുള്ളത്? അപ്പോൾ മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഷെയ്ഖിനോട് എല്ലാവരുടെ കാലത്തും ഷെയ്ഖുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ നബിമാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ, അള്ളാഹുവിനെ തരം താഴ്ത്തി പറയുന്നൊരു സാഹചര്യങ്ങളിലേക്ക് ഇവരിതൊക്കെ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രിയമുള്ളവരെ, ഒരു ചെറിയ മേഖല കൂടെ പറഞ്ഞിട്ട് നമ്മൾ പറയാ, അതിൻ്റെ അർത്ഥം ഔലിയാക്കളില്ല എന്നാണോ? ഔലിയാക്കളോട് സ്ഥാനമില്ല എന്നാണോ? അവരോട് ആദരവ് വേണ്ട എന്നാണോ? പ്രിയമുള്ളവരെ, ഔലിയ എന്ന് പറഞ്ഞാൽ തന്നെ ഔലിയ അള്ളാഹു മിത്രമായി സ്വീകരിക്കുന്നവരാണ്. അവർക്ക് ഇസ്ലാമിലെ സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. അതിനെ സലഫികൾ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷെ ഇല്ലാത്തത് നിങ്ങൾ പറയുമ്പോ ഭ്രാന്ത് പോലും വിലായത്താണെന്ന് നിങ്ങൾ പറയുമ്പോ അവിടെയാ ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾ റബ്ബാണെന്ന് പറഞ്ഞ, ഇലാഹാണെന്ന് പറഞ്ഞ, പടച്ചോനാണെന്ന് പറഞ്ഞ മടവൂരില്ലേ, അദ്ദേഹത്തെയല്ല ഞങ്ങൾ പറയുന്നതോ, അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചവരോടാ പറയുന്നതോ. ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എന്താ ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ? അപ്പം നിങ്ങൾ വിചാരിക്കുക ഏതോ ഇന്റർനാഷണലാണ്, അല്ല കേട്ടോ. നമ്മുടെ കോഴിക്കോട് കാരന്തൂർ മർക്കസാണ് ഈ ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ. അവിടെ നിന്ന് ഇറങ്ങുന്ന പുസ്തകമാണ് മടവൂർ CM വലിയുല്ലാഹി. ആ പുസ്തകത്തിലെ 67, 68, 69, 88, 91, 93 പേജുകൾ മടവൂർ CM വലിയുള്ളാന്റെ 10 കറാമത്തുകൾ. മടവൂര് നിസ്കരിക്കാറില്ല. അദ്ദേഹത്തിന്റെ ഉസ്താദ് പുലിമൊയ്തീൻ 3 കൊല്ലത്തിനിടയിൽ ഒരു മഗ്‌രിബ് മാത്രമാണ് നിസ്കരിച്ചത്. CM മടവൂര് നോമ്പെടുക്കാറില്ല. നോമ്പെടുത്തവരെ നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് മുറിപ്പിക്കാറുണ്ട്. അദ്ദേഹം തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു. അകാരണമായി ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയ ആളാണ്. അവരോട് മിണ്ടാറില്ല. നൊന്ത് പ്രസവിച്ച ഉമ്മാനോട് മിണ്ടാതെ നടന്ന ആളാണ് CM മടവൂർ. മൂത്രിച്ചാൽ അദ്ദേഹം ശുദ്ധീകരിക്കാറില്ല. വെള്ളം പ്രയാസമാണോ എന്ന് കരുതി ശിഷ്യന്മാര് കല്ല് കൊടുത്തപ്പോ ദേഷ്യം കൊണ്ട് വലിച്ച ആളാണ് മടവൂർ CM വലിയുള്ളാഹി. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പണം കൊടുക്കാറില്ല. ഹോട്ടലുടമ വസ്ത്രം അടിച്ചു വാങ്ങിയപ്പോ നഗ്നനായി നടന്നുപോയ മഹാനവറുകളാണ്. ഇന്നുവരെ നിങ്ങൾ എഴുതി വെച്ചത് അദ്ദേഹത്തിന്റെ കറാമത്താണെങ്കിലോ അദ്ദേഹത്തെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പറയുന്നവരോടാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനുള്ളവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാണ്. 10-ാം അധ്യായത്തിന്റെ 61-ാമത്തെ ആയത്താണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട്
അള്ളാന്റെ സ്ഥാനം ഇവർക്ക് വകവെച്ചു കൊടുത്തു. അവിടെ ആ തകരാറുണ്ടായി. ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നിയന്ത്രണമാരാണ്? അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവും അല്ലാഹുവാണ്. പ്രിയമുള്ളവരെ, ചോദിക്കട്ടെ നിങ്ങളോട്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടിട്ടില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടിട്ടില്ല. പക്ഷെ കേട്ടിട്ടുണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുദബ്ബിറുൽ ആലമുസാനി, ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞത് ഷിയാക്കളാ. ആ ഷിയാക്കളുടെ കപ്പലിലാണ് നിങ്ങളുള്ളത്, ആ ഷിയാക്കളുടെ നിയന്ത്രണത്തിലാണ് നിങ്ങളുള്ളത്. CM മടവൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഷിയാക്കളുടെ വാദമാണെങ്കിൽ ഇതിന്റെ കാറ്റടിക്കാൻ വലിയ പ്രഭാഷണമൊന്നും വേണ്ട. നമ്മളുടെ ഗൾഫിലൊക്കെ ജോലി ചെയ്യണ സുഹൃത്തുക്കളില്ലേ, കഫീലിന്റെ അടുക്ക പോയിട്ട് പറയാം, കഫീലെ ലോകം നിയന്ത്രിക്കണത് ആരാന്നറിയാം? ഞങ്ങളുടെ നാട്ടില് ഈ ഇന്ത്യയിലെ കേരളത്തിലെ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മടവൂരി എന്ന് പറഞ്ഞ മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമേത്തൽ അബൂബക്കർ മുസ്ലിയാരാണ് ലോകം നിയന്ത്രിക്കുന്ന പറഞ്ഞാല് ആ കഫീൽ ഇന്ത മജുനൂൻ യാ സക്കാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ? അത്ര കാറ്റല്ലേ ഇതിനുള്ളൂ, അത്ര കാറ്റല്ലേ ഇതിനുള്ളൂ. നമ്മൾ എവിടെക്കാൻ? ഞാൻ സാധാരണക്കാരനോട് വേണ്ടി പറയാം, ഞാൻ മടവൂരിനെ എല്ലാട്ടോ പറയണേ, അദ്ദേഹത്തിൻ്റെ പേരിൽ ആളുകൾ പറഞ്ഞേനാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. മൂപ്പരിങ്ങനെ ചെരിഞ്ഞു കിടക്കുമ്പോഴാണ് ഫ്ലൈറ്റുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. പണ്ട് ബജ്പേയിൽ ദുരന്തം ഉണ്ടായത് 2011, പിന്നെ 2010, പിന്നെ 2020 കോഴിക്കോട് ഉണ്ടായതൊക്കെ CM മടവൂരിൻ്റെ കൺട്രോൾ ഒന്ന് മാറുമ്പോഴാണ്. ഫോട്ടോയിൽ കൃഷ്ണമണി വരെ ചലിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. പക്ഷെ നിങ്ങൾക്കറിയോ, മടവൂര് മക്കാമിലെ പെട്ടി ഒരു 3-4 ആഴ്ച മുമ്പ് ഒരു കള്ളൻ അടിച്ചുകൊണ്ടുപോയി. അത് മൂപ്പര് കണ്ടില്ല. മടവൂര് മക്കാമിലെ പെട്ടി ഒരുത്തൻ കട്ടുകൊണ്ടുപോയി, അത് കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ലോകം നിയന്ത്രിക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല എന്നുള്ളതല്ലേ? അല്ലല്ലാത്ത ആരും ഒരു ഈച്ചയെ പോലും അവര് പടച്ചിട്ടില്ല, ഒരു ഈച്ചയെ പോലും അവര് പടച്ചിട്ടില്ല. ഈച്ചയെങ്ങാനും അവരിൽ നിന്ന് കവർന്നെടുത്ത തിരിച്ചു വാങ്ങാനും അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആൻ. ആ ആശയം നിങ്ങൾക്ക് ഇവിടെ കിട്ടുണ്ടോ? ഒരു ഈച്ചേനെ അവർ പടച്ചിട്ടില്ല. ഈച്ചയെങ്ങാനും ഇവരിൽ നിന്ന് കവർന്നെടുത്താൽ തിരിച്ചു വാങ്ങാനും ഇവർക്ക് കഴിവില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ പ്രിയമുള്ളവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഖുർആൻ ഔലിയാക്കളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത്, അവരിൽ നിന്നുള്ള കറാമത്ത് പ്രകടമാകുമ്പോ ആ കറാമത്തിനെ നിങ്ങൾ അംഗീകരിച്ചോ, അതിലൂടെ നിങ്ങൾ പഠിക്കേണ്ടതും അല്ലാഹനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. സക്കരിയ നബിയുടെ വിഷയം പറഞ്ഞില്ലേ അള്ളാന്റെ ഖുർആൻ? കാഫായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സൗണ്ട് പോയോ? ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. നമ്മൾ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇവിടെ പറയാം. നോക്കേ, സക്കരിയ അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിനോട് തേടിയതായ രംഗമുണ്ട്. വഹനില്ലാതെ മിന്നീ വസഅല റഅസു ശൈബാ, എന്റെ മുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ടല്ലോ, എല്ലാം ദുർബലമായി പോയി റബ്ബേ, ഞാനൊരു വന്ദികനാണ്, ഭാര്യവയോ വന്ദികയാണ്, ഒരു മക്കളുണ്ടാവില്ലല്ലോ അല്ലാ, എന്റെ ഭാര്യ മച്ചയായി, കണ്ട കാലം ഞാൻ നിന്നോട് തേടിയവനാണ്. പ്രിയമുള്ളവരെ, സക്കരിയ നബി പള്ളിയിലേക്ക് കടന്നു വരുമ്പോ പള്ളിയുടെ മിഹ്റാബിൽ വലിയ തൊല്ലാഹി മറിയം ബീവി അള്ളാഹു ഇറക്കി കൊടുത്ത പഴം തിന്നുകയാണ്. ഇത് കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ ഇതെവിടെ നിന്നാണ്? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, അല്ലാഹ് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞപ്പോ സക്കരിയ നബി, അല്ലയോ മറിയം ബീവിയേ,
എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് തേടിയില്ല. മറിയം ബീവിയുടെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ടൊരു കുട്ടിയെ തരണേ എന്ന് തേടിയില്ല. മറിയം ബീവി കള്ള കൊടുത്ത കഴിവുകൊണ്ടൊരു കുട്ടിയെ തരണേ എന്ന് തേടിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ കാണാ, സൂറത്ത് ആൽ ഇംറാൻ 38-39 ആയത്തുകളിലൂടെ ഹുനാലിക ദആ സക്കരിയ റബ്ബ. അവിടെ വെച്ച് അപ്പോ അതേ സന്ദർഭത്തിൽ സക്കരിയ നബി അല്ലാഹുവിനോട് തേടുകയാണ്, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാഹ്. സക്കരിയ നബി കറാമത്ത് കാണുന്നു, കറാമത്ത് അംഗീകരിക്കുന്നു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത് ആ റബ്ബിനോട് തേടുകയാ. കറാമത്ത് കണ്ടോരോട് തേടാനില്ല. ഒരു വലിയിലൂടെ ഒരു വിശ്വാസി അടുക്കേണ്ടത് ആരിലേക്കാ? അള്ളാഹുവിലേക്കാൻ. പക്ഷെ നമ്മളോ വലിയനെ പറഞ്ഞ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ, വലിയനെ പറഞ്ഞ് വലിയനോട് തേടാൻ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാനെ പഠിക്കാൻ, അവന്റെ ഗാംഭീര്യത്തെ മനസ്സിലാക്കാൻ, അവനെന്ന മഹത്വത്തിനെ തിരിച്ചറിയാൻ, നമുക്ക് തരുന്ന ഔദാര്യങ്ങളെ തിരിച്ചറിയാൻ, അവനോട് മടുക്കാതെ ചോദിക്കാൻ, അവനെന്തിനും കഴിവുള്ള ഖദീറ. ബദരീങ്ങൾ എന്തിനാ പോരാടിയേ? അള്ളാഹിനോട് മാത്രം തേടണമെന്ന് പറയാൻ. മുത്തുനബി എന്തിനാ നൊമ്പരം അനുഭവിച്ചേ? അള്ളാഹിനോട് മാത്രം തേടണമെന്ന് പറയാൻ. അണ്ടകടാഹങ്ങളുടെ സെട്ടാവായ അള്ളാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സെട്ടാവായ അള്ളാഹ്, സകലചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്, നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങളെ. അവനേക്കാൾ കാണുന്നവനില്ല, അവനേക്കാൾ അറിയുന്നവനില്ല, അവനേക്കാൾ കേൾക്കുന്നവനില്ല. അലൈസല്ലാഹു ബികാഫിന്റെ അബദ. ഒരടിമക്ക് അല്ല പോരെ ദിവസം 17 തവണ പറയണില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം സഹായം തേടുന്നു അല്ലാഹ്. അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്ക, ആദരിച്ചവരെ ആദരിക്ക. പക്ഷെ ആരാധന അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, വാശിയല്ല, വൈരാഗ്യമില്ല കേട്ടോ. മരണമെന്ന സത്യമില്ല നമ്മുടെ മുമ്പിൽ. ഇപ്പറഞ്ഞ ആളുകളൊക്കെ കൈമലത്തുന്ന ഒരു നാളില്ലേ. ഇതെന്തിനാ ഞങ്ങളോട് പറഞ്ഞെന്നറിയോ? ഖബറിൽ ഏറ്റവും മരിക്കുന്ന നേരത്ത് അള്ളാന്റെ മലക്കുകൾ ചോദിക്കും, ഐനമാ കുന്തും തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാതെ നീ വിളിച്ചിരുന്നവരെവിടെ? അവരെ ഒന്ന് വിളിക്ക്. ഖുർആനിലെ 7 അധ്യായത്തിലെ 37-ാമത്തെ ആയത്താൻ. കൈമലർത്തി പോകും മനുഷ്യൻ. ഖബറുകൾക്കിടയിലൂടെ കടന്നുപോയി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഖബറിൽ മറവാടപ്പെട്ടവരാരാൻ? നബിയെ മാതു ഫിൽ ഇശ്റാഖ്, ശിർക്കിന്റെ കാലഘട്ടങ്ങളിൽ ശിർക്ക് ചെയ്ത് മരിച്ചവരാണെന്ന് പറഞ്ഞപ്പോ, ലൗല അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അയ്യുസ്മിഅകും മിൻ അദാബിൽ ഖബർ, നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളല്ലായിരുന്നെങ്കിൽ ഈ ഖബറിൽ നടക്കുന്ന അദാബ് നിങ്ങളെ കേൾപ്പിച്ചു തരാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൻ. ഏറ്റവും വലിയ അദാബ് ശിർക്ക് ചെയ്തവർക്കാണ്. പ്രിയമുള്ളവരെ, ഒരു കാലത്തും മോചനമില്ലാതെ ശരീരത്തിന്റെ തൊലി 42 മുഴമായി കല്ലുകൾ വരെ കത്തുന്ന നരകത്തിലെ കടന്നെരിയുന്ന മനുഷ്യരാരാണെന്നറിയോ? നിങ്ങൾക്ക് ആരാണെന്നറിയോ? 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ ആയത്ത്, ഇന്നഹു മയ്യുശ്രിക ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്ക് ചെയ്തോ അവർക്കല്ല സ്വർഗം ഹറാമാക്കുന്ന സിറാത്ത് പാലം എന്നൊരു പാലമുണ്ട്. മുടിനാരിഴകളെക്കാളും ലോലമാണ്. അഹദ്ദു മിന സൈഫ്, വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. മസില്ല, വഴുതി പോകുന്നതാണ്. ആ സിറാത്ത് പാലം ത്തിലൂടെ കയറിയിട്ടേ സ്വർഗത്ത് പോകാൻ പറ്റൂ. അതിലെ കൂടെ കയറി വലത് നോക്കിയാൽ നരകമാണ്, ഇടത്തോട്ട് നോക്കിയാൽ നരകമാണ്, മുന്നോട്ട് നോക്കിയാൽ നരകമാണ്. നോക്കണേ, ആ കത്തിയാടുന്ന നരകങ്ങളാണ്. താഴേക്ക് കല്ലിട്ടാൽ 70 വർഷമെടുക്കും താഴേക്ക് എത്താരെങ്കിൽ. അത്ര വലിയ ആഴമാണ്. അതിലൂടെ കൊളുത്തുകളുണ്ട്. നജദിന്റെ താഴ്വരയിൽ കാണുന്ന കൂർത്ത മുള്ളുകിനേക്കാളും വേദനയുള്ള മുള്ളുകളുണ്ട്.
കൊല്ലന്റെ ആലയിലെ പഴുപ്പിച്ച് ഇരുമ്പെടുക്കുന്ന ചവണകളെക്കാളും വലിയ കൊളുത്തുകളുണ്ട്. അതിൻ്റെ ആളുകളെ വലിച്ച് നരകത്തിലേക്കിടും. ഷിർക്ക് ചെയ്തവരുണ്ടോ? സിറാത്ത് പാലത്തിൽ കയറാൻ പോലും അനുവാദം കൊടുക്കാതെ അള്ളാഹു ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് എറിയുമെന്നുള്ളതാണ്. മുത്തനബിയോട് മഹബത്തില്ലേ? ആ സിറാത്ത് പാലത്തിലൂടെ ആദ്യമായി കടക്കുന്നത് ലോകത്തിന്റെ മുത്താണ്. ആ പാലം കടന്ന് മിന്നൽ വേഗതയിലൂടെ കടന്ന പ്രവാചകൻ സ്വർഗത്ത് പോയിരിക്കാനില്ല, സിറാത്തിന്റെ അഗ്രഭാഗത്തിരിക്കും. തൻ്റെ ഉമ്മത്ത് അതിലൂടെ കടന്നു വരുമ്പോ, എഴയുമ്പോ, വയറിലെഴയുമ്പോ, ഇരുന്ന് നിരങ്ങുമ്പോ റബ്ബി സല്ലിം റബ്ബി സല്ലിം എന്ന് മാത്രം, അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കല്ല എന്ന് പറയണ ആ റസൂലുള്ളാഹിനോട് മഹബത്തില്ലേ? എങ്കിൽ ആ നബിയോടല്ല, ആ റസൂല് പറഞ്ഞ അല്ലാഹ്, ആ റസൂല് പറഞ്ഞ അല്ലാഹ്, ആ റബ്ബിനോട് തേടാൻ ഏത് നിമിഷവും മരിക്കും. പ്രിയമുള്ളവരെ, വാശിയും വൈരാഗ്യമൊന്നുമില്ല. ഈ ധരിച്ച വസ്ത്രത്തിന്റെ ബട്ടൺ നമ്മളുടെ കൈ കൊണ്ടാണോ നമ്മളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈ കൊണ്ടാണോ അടിക്കേണ്ടി വരിക എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. നാളെയും ഇതുപോലൊരു സമയം നമ്മളിലൂടെ കടന്നു വരുമ്പോൾ നമ്മളിൽ എത്ര പേർ ജീവനോടെ നമുക്കറിയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ചെരുപ്പിൻ്റെ വാർഡികൾക്കാളും അടുത്തുണ്ട് മരണം. ഒരുപക്ഷെ നമ്മളും ഒരു മരണരോഗവും തമ്മിൽ ഒരു പരിശോധനയുടെ അകലമാണെങ്കിലോ അള്ളാഹു കാരുണ്യവാനാൻ. അതുകൊണ്ടാണ് മരണം ഇങ്ങനെയായിരിക്കും, ഖബർ ഇങ്ങനെയായിരിക്കും, നരകം ഇങ്ങനെയായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞു തന്നത്. പഠിക്കണേ, അറിയണേ, ഉൾക്കൊള്ളണേ. ഈ നാട്ടിൽ നിങ്ങളോട് പറഞ്ഞത്, ഇവിടുത്തെ സലഫി പള്ളിയിലെ പുതിയ റാത്തീബും മാസാന്ത സ്വലാത്തും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ പള്ളിയിലെ മെമ്പർഷിപ്പ് മാറ്റി ഇങ്ങോട്ട് ചേർന്നു എന്ന് പറയാൻ പുതിയൊരു കച്ചവടം പിടിക്കാനില്ല, ഭൗതികമായി എന്തെങ്കിലും ഒന്ന് നേടിവെക്കാനില്ല. മറിച്ച് ഇവിടുത്തെ പ്രവർത്തകർക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളോടുള്ള മഹബത്താണ്. നാളെ നരകത്തിലേക്ക് വീഴല്ലേ എന്ന വേദനയാണ്. ഞങ്ങളുടെ ദൗത്യത്തിന്റെ നിർവഹണമാണ്. ഒരു പാവം സാധു മനുഷ്യനെ ഇവിടെ ആദ്യമായി ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നറിയാം, അതിൻ്റെ പേരിൽ യാതനകൾ അനുഭവിച്ചിട്ടുണ്ടെന്നറിയാം. എന്നിട്ടും നിങ്ങളോട് ഗുണകാംക്ഷയോടെ നിൽക്കുന്നത്, നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന എന്തിനാണെന്നറിയോ? അള്ളാഹുവിൻ്റെ കോടതിയില് ഞങ്ങളുടെ സഹോദരങ്ങൾ പരാജയപ്പെട്ടു പോകല്ലേ എന്ന വേദനയാണ്. അകമഴിഞ്ഞ സ്നേഹമാണെങ്കിൽ ആ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ വെച്ച്, അതിൻ്റെ അധ്യാപനങ്ങളെ മുന്നിൽ വെച്ച്, അവിടുത്തെ പ്രവാചകന്റെ ഹദീസുകളെ മുന്നിൽ വെച്ച് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സാക്ഷിയാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അള്ളാഹു സാക്ഷിയാണ്. ഉസ്താദുമാരെ, അള്ളാഹുവിന്റെ ദീന് മൂടി വെച്ചിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വയറുകളിൽ നിങ്ങൾ തീയല്ലാതെ നടക്കുന്നില്ല. അള്ളാഹു നാളെ നിങ്ങളോട് സംസാരിക്കില്ല, അള്ളാഹു നിങ്ങളെ സംസ്കരിക്കുകയില്ല. ആ കൃത്യമായ ബോധ്യമുണ്ടാവണേ. പരലോകത്തിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ആദർശപരമായി പറഞ്ഞത്, മനഃപൂർവ്വം പറഞ്ഞതാണ്, ബോധപൂർവം പറഞ്ഞതാണ്, പഠിക്കാനായി പറഞ്ഞതാണ്. അള്ളാഹു സ്വീകരിക്കണേ, അള്ളാഹ് കബൂൽ ചെയ്യണേ, അല്ലാഹ് കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, അല്ലാഹ് സ്വർഗ്ഗം തന്ന് അനുഗ്രഹിക്കണേ, അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന ഫി ഫലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന അൽ മുദാഇഫീന അൽ മുജാഹിദീന ഫി ഫലസ്തീൻ. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.